എല്ലാവർക്കും നമസ്കാരം. എയിംനയുടെ മറ്റൊരു അക്കാഡമിക് സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പതിവിലും വ്യത്യസ്തമായി നേഴ്സിംഗ് ഫീൽഡിൽ നിന്നുള്ള ഒരാളല്ല നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഒരു ഡോക്ടറാണ്, ഡോക്ടർ അഭിരാം. അദ്ദേഹം ഡൽഹിയിലുള്ള ലേഡി ഹാർഡി മെഡിക്കൽ കോളേജിലെ ഫാർമക്കോളജിയിൽ PG ചെയ്യുകയാണ്. നമ്മൾ ക്ലാസ് എടുക്കാൻ സമീപിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുത്ത് നമ്മൾക്ക് മൾട്ടിപ്പിൾ സെഷനായിട്ട് ഫാർമക്കോളജി പഠിപ്പിച്ചു തരാമെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ എയിംനയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ ഒരു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് വരുവാനുള്ളൊരു മനസ്സ് കാണിച്ചതിന് സാറിന് പ്രത്യേകിച്ചൊരു നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സാറിന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഡോക്ടർ അഭിരാം. ഹലോ. ഹലോ, എന്റെ വോയിസ് ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. എന്നെ വിസിബിൾ ആണോ? എന്റെ പേര് ഡോക്ടർ അഭിരാം എന്നാണ്. ഞാൻ ആക്ച്വലി സെക്കൻഡ് ഇയർ ഫാർമക്കോളജി റെസിഡന്റ് ആണ്. ഞാനിപ്പോൾ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ എല്ലാവർക്കും ഹാപ്പി ഹോളി. എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ചെയ്യാലോ അല്ലേ? ഞാനിപ്പോ ആക്ച്വലി എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയറിങ് ചെയ്യുകയാണ്. എന്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പോ നമുക്കറിയാം, നമ്മുടെ തന്നെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിവലന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ് അല്ലെ? അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റില് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടുതലുള്ള അവസ്ഥയാണോ, അതോ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കുറവുള്ള ഒരു അവസ്ഥയാണോ? കൂടുതലുള്ള അവസ്ഥ. ഓക്കെ. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഷുഗർ കൂടുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റീസ് എന്നാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് ഡയബറ്റീസ് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ മൗത്താണ്. നമ്മൾ മൗത്തിൽ കൂടെ കഴിക്കുന്ന ഫുഡ് നമ്മൾ നേരെ പോകുന്നത് ഈസോഫാഗസിലോട്ടാണ് അല്ലെ? നേരെ ഈസോഫാഗസിലോട്ട് പോകും. ഈസോഫാഗസിന് നേരെ സ്റ്റൊമക്കിലേക്ക് പോകും. സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് ഇങ്ങനെ പോകുന്നത് അല്ലെ? ഞാൻ ഡ്രോ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഇപ്പൊ ഗ്ലൂക്കോസ് ഉള്ള ഫുഡുകൾ നമ്മളിങ്ങനെ മൗത്തിൽ കൂടെ കഴിച്ച് നേരെ 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 നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നു. സ്റ്റൊമക്കിൽ കൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കയറുന്നു. അപ്പൊ നമുക്കറിയാം, ഫുഡും എല്ലാ കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന്. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നേരെ നമ്മുടെ ബ്ലഡ് വെസലിലേക്ക്, ഞാൻ റെഡ് കളറിൽ വരയ്ക്കുന്നതാണ് ബ്ലഡ് വെസൽ. ഈ ബ്ലഡ് വെസലിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യപ്പെടുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ അബ്സോർബ് ചെയ്യുന്ന ഗ്ലൂക്കോസ് നമ്മുടെ എല്ലാ ബോഡിയിലേക്കും പോകണം. അതായത് നമ്മുടെ എല്ലാ സെല്ലിലേക്കും പോകണം. എല്ലാ സെൽസും ആണ് നമ്മുടെ ടിഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ എല്ലാ സെല്ലിലേക്കും ഗ്ലൂക്കോസ് ചെന്നാൽ മാത്രമാണ് നമ്മുടെ സെല്ലുകൾക്ക് ന്യൂട്രീഷൻ കിട്ടുള്ളൂ, അത് പ്രവർത്തിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ബോഡി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലൂക്കോസിന് ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറണം. പക്ഷെ ഡയറക്റ്റ്ലി നോക്കി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന് സെല്ലിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, യൂഷ്വലി പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വലുതായിട്ട് വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ ബ്ലഡ് വെസലാണ്. ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ നമുക്കിപ്പോ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നമ്മുടെ അടിയിൽ വരയ്ക്കുന്നതാണ് നമ്മുടെ സെൽസ്. ഈ സെൽസിന്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് ചെല്ലണം. അപ്പൊ നോർമലി പറ്റില്ല. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റ് ഇരിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഗേറ്റ് ഇരിക്കുന്നുണ്ട്.
ഈ ഗേറ്റ് എപ്പോഴും ക്ലോസ്ഡ് ആയിട്ടിരിക്കുക. ഈ ഗേറ്റിന്റെ പേരാണ് ഗ്ലൂട്ട്, GLUT എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് വിളിക്കും. ഗേറ്റിന്റെ പേരെന്താണ്? ഗ്ലൂട്ട്. ഗ്ലൂട്ട്. അപ്പൊ ഈ ഗ്ലൂട്ട് എന്ന് പറയുന്ന സംഭവമാണ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ. അപ്പൊ നോർമലി ഇത് അടഞ്ഞിരിക്കുകയാണ്. അപ്പോ ഞാനിപ്പോ ജസ്റ്റ് ഒന്നുകൂടി നമ്മുടെ എപ്പോഴാണോ ഈ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക്, അതായത് ബ്ലഡിലേക്ക് കയറുന്നത്, നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ചെറിയൊരു എൻസൈം റിലീസ് ചെയ്യും. അതിന്റെ പേരാണ് ഇൻക്രെറ്റിൻസ്. ഇൻക്രെറ്റിൻ എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രെറ്റിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി ഉണ്ടല്ലോ. നമുക്ക് പാൻക്രിയാസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ്, അല്ലെ? ഈ പാൻക്രിയാസിന്റെ ഇവിടെ ബീറ്റാ സെൽസ് എന്ന് പറഞ്ഞ കുറച്ച് സെൽസ് ആണ്. ഈ ഏരിയയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സെൽസ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ്. ഈ ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസിന്റെ ഉള്ളിലാണ് നമുക്ക് ഇൻസുലിൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഫുഡ് ബ്ലഡിലേക്ക് കയറുമ്പോൾ ഇൻക്രെറ്റിൻ എന്ന് പറയുന്ന സംഭവം റിലീസ് ചെയ്യും. ഈ ഇൻക്രെറ്റിൻ പോയിട്ട് നമ്മുടെ ബീറ്റാ സെൽസിനെ സിഗ്നൽ ചെയ്യും. എന്തിന്? ഇൻസുലിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഫുഡ് കഴിക്കുമ്പോൾ ഇൻക്രെറ്റിൻസ് റിലീസ് ആവും. ഇൻക്രെറ്റിൻസ് ബീറ്റാ സെൽസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ബീറ്റാ സെൽസിന്റെ ഉള്ളിൽ നിന്ന് ഇൻസുലിൻ വരും. ഇത്രയും മനസ്സിലായല്ലോ? അപ്പൊ യൂഷ്വലി ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഈ ഗേറ്റ് നമ്മുടെ ഈ ഏത് സെല്ലിന്റെ അവിടെ ഈ ഗേറ്റ് ഇരിക്കുന്നുണ്ട്. ഈ ഗേറ്റ് അടഞ്ഞിരിക്കും. ഈ ഗേറ്റ് തുറക്കാൻ കഴിവുള്ളതാണ് ഇൻസുലിൻ. അപ്പൊ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന സംഭവം ഈ ഗേറ്റിന്റെ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേറ്റ് നേരെ ഓപ്പൺ ആവും. ഈ ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്ലൂക്കോസിന് നേരെ സെല്ലിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഇത്രയും മനസ്സിലായല്ലോ? ഞാനിപ്പോ പറഞ്ഞതാണ് ഇൻസുലിന്റെ ആക്ഷൻ. അപ്പൊ ഇൻസുലിൻ വന്നിട്ട് ഗ്ലൂട്ട് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്താൽ മാത്രമാണ് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡയബറ്റിസ്, നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഡയബറ്റിസ് ആണ് T2DM അഥവാ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ ഈ ടൈപ്പ് 2 ഡയബറ്റിസിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റിസപ്റ്ററിന്റെ അവിടെയാണ് കംപ്ലൈന്റ്. ഈ റിസപ്റ്റർ സെൻസിറ്റീവ് അല്ല, ഇറ്റ് ഈസ് നോട്ട് സെൻസിറ്റീവ്. അപ്പോ ഒരു ഇൻസുലിൻ വന്നാൽ തുറക്കുന്ന ഈ ഗ്ലൂട്ടായിരുന്നു. പക്ഷെ ഒരു ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഒരു 100 ഇൻസുലിൻ വന്നാൽ മാത്രമാണ് ഈ ഗ്ലൂട്ട് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പൊ ഒരു ഇൻസുലിന്റെ പകരം 100 ഇൻസുലിൻ വേണം ഇത് തുറക്കണമെങ്കിൽ. അപ്പൊ നമ്മുടെ ഈ പാൻക്രിയാസ് എന്ത് ചെയ്യും? പാൻക്രിയാസ് ഒരെണ്ണം റിലീസ് ചെയ്യുന്നുണ്ട്, അവർ 100 റിലീസ് ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ നാൾ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ പാൻക്രിയാസിന്റെ ഈ ബീറ്റാ സെൽസ് ഇത് കേടായി പോകും, ഇതിന് ഡാമേജ് വരും. ഇതിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് നമ്മളൊരു ഡയബറ്റിക് പേഷ്യന്റിന് നമ്മൾ ഇൻസുലിൻ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ ആദ്യമൊക്കെ ടൈപ്പ് 2 ഡയബറ്റിസ് തുടങ്ങുന്നത് ഒരു ഇൻസെൻസിറ്റിവിറ്റി ആയിരിക്കും. അതായത് ഷുഗർ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഷുഗറിനെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഡയബറ്റിസ്. അപ്പൊ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കോശങ്ങൾക്കും ഷുഗറിനെ കിട്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിസ്. ഡയബറ്റിസ് എന്ന് പറയുകയാണെങ്കിൽ ബ്ലഡിൽ ഒരുപാട് ഷുഗർ ഉണ്ടാവും, പക്ഷെ അത് സെൽസിന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. സെൽസിന് വലിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസിന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഓരോരോ കോശങ്ങളെയും ഷുഗറിൽ നിന്ന് ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന ഒരു പിക്ചർ, നമ്മളിപ്പോ എന്താ ഷുഗർ എന്ന് പറയുമ്പോൾ എപ്പോഴും ബ്ലഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടിയിരിക്കുകയാണ്. പക്ഷെ ആക്ച്വലി നമ്മുടെ എല്ലാ കോശങ്ങളിലെയും ഷുഗർ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഈ മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് ഞാൻ കുറച്ചും കൂടി ഒന്നും കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യണം. കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളായാലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ പേര് സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അസുഖങ്ങളും ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാവാൻ കാരണമുള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ പറയുകയാണ്. നമ്മൾ ഈ ബ്ലഡ് വെസൽ ഞാനിപ്പോ ഒന്നുകൂടി വരയ്ക്കുകയാണ് കേട്ടോ. ഈ ബ്ലഡ് വെസലില് ഇപ്പൊ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ബ്ലഡ് വെസൽ ആയിരുന്നു നമ്മുടെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് ഒരുപാട് കൂടി നിൽക്കുക. ഈ ഗ്ലൂക്കോസ് ഒരുപാട് കൂടിയോണ്ട് എന്താ പ്രശ്നം? ഈ ഗ്ലൂക്കോസ് ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് വളരാനായിട്ട് ഏറ്റവും നല്ലൊരു മീഡിയം അത്.
ഏറ്റവും നല്ലൊരു മീഡിയമാണ് ഹൈ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്തിട്ട് ബാക്ടീരിയ വളരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വരും? എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ പെട്ടെന്ന് സെപ്സിസ് ആവും. അതുകൊണ്ടാണ് ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ് കാലിൽ പൊട്ടലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാലിലേക്ക് ഇൻഫെക്ഷൻ കയറി പോകുന്നത്. പെട്ടെന്ന് സെപ്സിസ് ആവാൻ പറ്റും, ബാക്ടീരിയ വളരും. കേട്ടോ, അതൊരു കാര്യം. കാരണം ഹൈ ന്യൂട്രിയന്റ് മീഡിയം ആണ്. അതൊരു കാര്യം. പിന്നെ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ RBC ഉണ്ട്, നമ്മുടെ ബോഡിയിൽ കുറെ പ്രോട്ടീൻസ് ഉണ്ട്. ഈ ഗ്ലൂക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RBCയുടെ മേലെ പോയി ഇങ്ങനെ പറ്റി പിടിക്കും. RBCയുടെ മേലെ പോയിട്ട് ഇങ്ങനെ പറ്റി പിടിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസിന്റെ മേലെയും പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒട്ടി ഒട്ടി സ്റ്റിക്ക് ചെയ്തിരിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റിനെ വിളിക്കുന്നതാണ് നമ്മൾ AGE. ഇതിന്റെ പേര് പഠിക്കണമെന്നില്ല. അഡ്വാൻസ്ഡ് ഗ്ലൈക്കോസിലേഷൻ എന്ന പ്രൊഡക്ഷൻ കളിക്കും AGE. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ഒരു ബോംബ് പൊട്ടുന്ന കാര്യമാണ്. AGE എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ ഒരു ബോംബ് പൊട്ടുന്ന കാര്യമാണ്. കാരണം ഈ ഒരു സംഭവം, ഈ മോളിക്യൂൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും സ്മൂത്ത് ആയിരിക്കുന്ന ഈ ഇന്നർ ലൈനിങ് കണ്ടോ ബ്ലഡ് വെസലിന്റെ? എല്ലാവരും കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? ഞാൻ വരയ്ക്കുന്നത് വിസിബിൾ ആണോ? അപ്പൊ ഈ എൻഡോത്തീലിയം എന്ന് വിളിക്കുന്നത് ഈ ബ്ലഡ് വെസലിന്റെ ഉൾവശത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു ബോംബ് പൊട്ടിക്കുന്ന മാതിരി ഗട്ടേഴ്സ് ഉണ്ടാക്കും. മനസ്സിലായി? ഇത്രയും നാള് സ്മൂത്ത് ആയിരിക്കുന്ന എൻഡോത്തീലിയം, അതായത് ബ്ലഡ് വെസലിന്റെ ഉൾവശം ഇപ്പൊ ഗട്ടർ പോലെ. അപ്പൊ ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കുന്നതിന്റെ പകരം ഇങ്ങനെ ഗട്ടർ ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? സ്മൂത്ത് ആയിരിക്കുന്ന ഒരു എൻഡോത്തീലിയം ഇതൊരു ഗട്ടറായി മാറിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ബ്ലഡ് ഫ്ലോയ്ക്ക് പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് കൂടെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയിൽ ഇപ്പൊ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ പോയിട്ട് ഇവിടെ പറ്റിപ്പിടിക്കും. മനസ്സിലായോ? സ്മൂത്ത് ആയിട്ട് പോകണ്ടായിരുന്നു, പക്ഷെ കൊളസ്ട്രോൾ പറ്റിപ്പിടിക്കും. ഇതിന്റെ മേലെ വേറെ പ്രൊഡക്ട്സ് വരും, ഫൈബ്രിൻ എന്ന് പറഞ്ഞ ക്ലോട്ട്സ് വന്ന് മേലെ ഒട്ടിച്ചേരും. എന്നിട്ട് അവസാനം ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതെറോസ്ക്ലെറോസിസ്. അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ ബ്ലഡ് വെസലിന്റെ ഇപ്പൊ ഇത്രയും വലിയ ഡയമീറ്റർ ഉണ്ടായിരുന്ന ബ്ലഡ് വെസലായിരുന്നു, ഇത്രയ്ക്കും ഉണ്ടായിരുന്ന ബ്ലഡ് വെസലായിരുന്നു. ഇപ്പൊ വെറും ഇത്രയ്ക്ക് മാത്രമായി, ഇത്രയും ഭാഗം ബ്ലോക്ക് ആയിപ്പോയി. ഇവിടെ ഒരു 100% സപ്ലൈ ഉണ്ടായിരുന്നത് ഇപ്പൊ വെറും ഒരു 20% ബ്ലഡിന് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായോ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ആലോചിക്കും വലിയ ബ്ലഡ് വെസലിനെ ഇത് പറ്റി അത്രയും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ കുറെ കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിന് ബ്ലോക്കേഡ് വന്നാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് കാരണം പേടിക്കുന്ന അസുഖങ്ങൾ വരുന്നത്. ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ, നമ്മുടെ കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ എന്തുണ്ട്? റെറ്റിനയുണ്ട്. റെറ്റിന റെറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലഡ് വെസൽ, കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസൽ നിറഞ്ഞ ഒരു സംഭവമാണ്. ഈ റെറ്റിനയുടെ ഉള്ളിൽ കുഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിന് ബ്ലോക്ക് വന്ന് എന്തുണ്ടാവും? അതിനെയാണ് നമ്മൾ വിളിക്കുക ഡയബറ്റിക് റെറ്റിനോപ്പതി. എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലെ? റെറ്റിനോപ്പതി എല്ലാവരും കേട്ട് കാണും ഇതെന്താണെന്ന്, അല്ലെ? ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന കുറെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ എന്താ വിളിക്കുക? കൊറോണറി വെസൽസ്. കൊറോണറി ആർട്ടറീസ് വളരെ ചെറിയ വെസൽസ്. അതിന് ബ്ലോക്ക് പറ്റി എന്തുണ്ടാവും? അതിനെയാണ് നമ്മൾ വിളിക്കുക കൊറോണറി ഹാർട്ട് ഡിസീസ്, അല്ലെ? അതിനെയാണ് നമ്മൾ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് നമുക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളിപ്പോഴും നമ്മൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ 70% ബ്ലോക്ക്, 80% ബ്ലോക്ക്, 100% ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. അത് ഈ ഡയബറ്റിസ് കാരണമാണ്. ഒരു മെയിൻ ഫാക്ടറാണ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് വരുത്താനായിട്ടുള്ള ഡയബറ്റിസ്. അപ്പൊ കൊറോണറി ഹാർട്ട് ഡിസീസ്, അപ്പൊ ഇത് കാരണം നമുക്ക് എന്തുണ്ടാവും? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഫുൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഹാർട്ടിലത്തെ മസിലിന് ഡാമേജ് വരും. കാരണം ഹാർട്ടിന് ബ്ലഡ് കിട്ടില്ല. ഒരു ഹാർട്ടിന്റെ ഒരു മസിലാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത്. ഇത് ഹാർട്ടിന്റെ ഒരു മസിലാണ്. ഈ മസിലിന് സപ്ലൈ ചെയ്യുന്ന ഒരു ബ്ലഡ് വെസലാണ് ഈ കൊറോണറി ആർട്ടറി. ഇത് കാണുന്നുണ്ടോ? യൂഷ്വലി നമുക്ക് ബ്ലഡ് നന്നായി കിട്ടുന്നതാണ് ഈ ബ്ലഡ് വെസൽ. പക്ഷെ ഇതിങ്ങനെ ഫുള്ളി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ മസിലിന് ബ്ലഡ് കിട്ടില്ല. ഈ മസിലിന് ബ്ലഡ് കിട്ടാണ്ടാവുമ്പോൾ ഈ മസിൽ ഡെത്ത് ആവും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, MI അഥവാ ഹാർട്ട് അറ്റാക്ക്. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടി പറയാം. ഇനി അടുത്ത നമ്മുടെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ഓർഗൻ ആണ് നമ്മുടെ കിഡ്നി, അല്ലെ? ഇപ്പൊ നമ്മൾ കിഡ്നി വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബ്ലഡ് വെസൽ ഒരുപാട് കൂടുതൽ നിൽക്കുന്നു. കിഡ്നിയിൽ കുഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ കിഡ്നിയിലത്തെ ഈ കുഞ്ഞു ബ്ലഡ് വെസൽസിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ആയി പോകും.
അപ്പൊ കിഡ്നി ഡാമേജ് ആയിട്ട് കിഡ്നിയുടെ ബ്ലഡ് വെസലിന് ഡാമേജ് വരുന്ന അസുഖത്തിന്റെ പേരെന്താണ്? Diabetic nephropathy. ഇപ്പോ നെഫ്രോ വാർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിൽ 80% ഡയാലിസിസ് ചെയ്യപ്പെടുന്നത് കാരണം ഡയബറ്റിക് നെഫ്രോപ്പതി കാരണം കിഡ്നി ഡാമേജ് ആവുന്നതുകൊണ്ടാണ്. അല്ലേ? ഇപ്പോ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ നെഫ്രോ വാർഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും? ഇപ്പൊ നമ്മൾ നെഫ്രോ വാർഡിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ 80% കിഡ്നി ഡാമേജ് വരുന്നത് ഈ ഡയബറ്റിസ് നെഫ്രോപ്പതി കാരണമാണ്. അത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ നമ്മുടെ കാലെടുക്കുവാണെങ്കിൽ ഇപ്പൊ ഡയബറ്റിസ് പേഷ്യന്റ് കാലൊക്കെ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം. ഈ കാലിന്റെ ഉള്ളിൽ നമ്മുടെ നെർവ്സ് ഉണ്ട്. കാലിന്റെ ഉള്ളിൽ നെർവ്സ് ഉണ്ട്. ഈ നെർവ്സിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് എന്തെന്ന് വിളിക്കുക? അതിനെ വാസ നെർവോസ് എന്ന് വിളിക്കും. ചെറിയ ബ്ലഡ് വെസൽസ് ആണ്. ഈ നെർവ്സിനെ, ഞരമ്പുകളെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസലിനെയാണ് വാസ നെർവോസം എന്ന് വിളിക്കുന്നത്. പേര് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ബ്ലഡ് വെസൽ ബ്ലോക്ക് കഴിഞ്ഞ് എന്തുണ്ടാവും? ഈ നെർവ്സ് ഡെഡ് ആവും. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. അപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? റെറ്റിനോപ്പതി. പിന്നെ പഠിച്ചു നമ്മള് നെഫ്രോപ്പതി. പിന്നെ പഠിച്ചു ന്യൂറോപ്പതി. പിന്നെ കൊറോണറി ഹാർട്ട് ഡിസീസ്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡയബറ്റിസ് പേഷ്യന്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും എന്താ ഞാൻ ചെക്ക് ചെയ്യേണ്ടതെന്ന്. ഒരു ഡയബറ്റിസ് പേഷ്യന്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു നോക്കിയാൽ, അപ്പൊ നമ്മൾ ഡയബറ്റിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ ടെസ്റ്റുകളുണ്ട്. ഒന്ന് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. പിന്നെ നമ്മൾ നോക്കുന്നതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം റാൻഡം ബ്ലഡ് ഷുഗർ. പിന്നെ നമ്മൾ നോക്കാം HbA1c. അപ്പൊ നമുക്ക് ഇത്രയും ടെസ്റ്റ്. ഞാനിപ്പോ എഴുതുന്ന സ്പീഡിലാണോ ഞാൻ വർത്താനം പറയുന്നത്? രണ്ടും സിങ്ക്രണൈസ് ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും ടെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ റിലേറ്റീവ് ചോദിക്കുകയാണ് ഇത്രയും ടെസ്റ്റ് മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണം? ഇത്രയും ടെസ്റ്റ് മതിയോ? എല്ലാവരും പറയണത് ശരിയാണ്. എല്ലാവരും പറയുന്ന ആൻസേഴ്സ് വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ റെറ്റിന ചെക്ക് ചെയ്യണ്ടേ? ഒരു ഡയബറ്റീസ് പേഷ്യന്റ് നമ്മൾ റെറ്റിന ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ റെറ്റിനയിൽ നമ്മൾ എന്തായാലും ഒരു ഫണ്ടസ് എക്സാമിനേഷൻ ചെയ്യണ്ടേ? ഫണ്ടസ് എക്സാമിനേഷൻ ചെയ്യണം ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടോ നോക്കാനായിട്ട്. അപ്പൊ കണ്ണ് ചെക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയറിലെങ്കിലും കണ്ണ് ചെക്ക് ചെയ്യണം. നെഫ്രോപ്പതി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? KFT, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് മൊത്തം ചെയ്യണം. യൂറിയ, ക്രിയാറ്റിൻ, BUN എല്ലാം ചെയ്യണം. കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു ECG, എക്കോയും ഒരു ട്രെഡ്മിൽ ടെസ്റ്റും, അതായത് സ്ട്രെസ് ടെസ്റ്റും ചെയ്യണം. അല്ല, അറ്റ്ലീസ്റ്റ് ഇതൊരു മിനിമം ടെസ്റ്റ് അല്ലേ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന എങ്ങനെയാ ഈ ഡിസീസസ് വന്നതും എങ്ങനെയാണ് ഇവിടം തൊട്ട് എല്ലാം മനസ്സിലായല്ലോ. ഗ്ലൂക്കോസ് ഉള്ളിൽ കയറുന്ന ഈ ഗ്ലൂട്ട് ട്രാൻസ്പോർട്ടർ കാരണമാണ്. ഇൻസുലിന്റെ കുറവ് എങ്ങനെയാണ് വരുന്നത്? ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെ കുറയുന്നത്? ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇത്രയും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് കിടക്കാം. ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് കിടന്നോട്ടെ? സർ, ന്യൂറോപ്പതിയുടെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, അതൊന്ന് പറയാമോ? ഓക്കെ. ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ ഇപ്പൊ ന്യൂറോപ്പതി നമ്മുടെ ഇവിടുത്തെ നെർവ്സ് ഉണ്ടല്ലോ, നമ്മുടെ കാലത്തേലും എവിടത്തേലും നെർവുകളിനെ, ഇപ്പൊ ഞാനിപ്പോ ഒരു നെർവ് വരയ്ക്കാനായിരിക്കും. ഇപ്പൊ ഇതൊരു നെർവാണ് കേട്ടോ. ഈ നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനും ബ്ലഡ് വേണം. ഇപ്പൊ ഈ നെർവിന് ഒരു ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ്. അതിനൊരു ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. നെർവിന് ചുറ്റും ഒരു ബ്ലഡ് സപ്ലൈ പോകുന്നുണ്ട്. ഈ നെർവിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്നതാണ് വാസ നെർവോസം. വാസ നെർവോസം. മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ.
വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അതോ നമ്മൾ ഇനി ട്രീറ്റ്മെന്റിലേക്ക് കടക്കുവാണോ? ഓക്കെ സർ, ട്രീറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് ഇവിടെ പറയാം. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ്, ഞാനിപ്പോ ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമ്മൾ തുടക്കത്തിലെ പേഷ്യന്റിന്റെ അടുത്ത് എക്സസൈസ് ചെയ്യണം, എക്സസൈസ് ചെയ്യാൻ പറയണം. പക്ഷെ നമ്മൾ എത്ര എക്സസൈസ് ചെയ്യാൻ പറയണം? എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 150 മിനിറ്റ്സ് പെർ വീക്ക്, 30 മിനിറ്റ്സ് പെർ ഡേ. ഇതാണ് നമ്മൾ WHO പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്രയും പറയണം. പിന്നെ നമ്മൾ പറയേണ്ടത് എന്താണ്? ഫുഡിന്റെ കാര്യം. ഫുഡിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 gram പെർ kg എങ്കിലും പ്രോട്ടീൻ കഴിക്കണം. ഇത് കൂടാതെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഞാനിപ്പോൾ ആക്ച്വൽ ഫാർമക്കോളജിയിലേക്ക് കടന്നിട്ടില്ല, പക്ഷെ ഞാനിത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിയും. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അതോ ഡയറക്റ്റ് ഫാർമക്കോളജിയിലേക്ക് പോകുന്നു? കണ്ടിന്യൂ ചെയ്തു സർ. കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പോ ഒരു വൈറ്റ് റൈസ് എടുക്കുകയാണ്, ബ്രൗൺ റൈസ് എടുക്കുകയാണ്. ഓക്കെ, ഈ വൈറ്റ് റൈസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ എപ്പോഴാണ് വൈറ്റ് റൈസ് കഴിക്കുന്നത്, ഇൻസുലിൻ ഇങ്ങനെ പീക്ക് ചെയ്തിട്ട് അപ്പൊ തന്നെ താഴും. മനസ്സിലായോ? ഇതിനെയാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു ബ്രൗൺ റൈസ് എടുക്കുവാണെങ്കിൽ ഈ ഷുഗർ ലെവൽ, ഇൻസുലിൻ ലെവൽ പതുക്കെ റൈസ് ചെയ്യും, പതുക്കെ ഫോളോ ചെയ്യും. ഇൻസുലിൻ ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങി പെട്ടെന്ന് താഴും. ഇതിനെയാണ് സ്പൈക്സ് എന്ന് വിളിക്കുന്നത്. ഇൻസുലിൻ സ്പൈക്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ സെൽസ് ഉണ്ടല്ലോ, ഈ ബീറ്റ സെൽസിന് ഡാമേജ് വരും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം. ഡയബറ്റീസ് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡുകൾ നമ്മൾ പ്രിഫർ ചെയ്യാം. ഇത്രയും മനസ്സിലായോ? എക്സസൈസിന്റെ കാര്യം പറഞ്ഞു, ഫുഡിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഓയിലും കൊളസ്ട്രോളും കുറവുള്ള ഫുഡ് കഴിക്കണം എന്ന് നമുക്കറിയാം. ഇത് കൂടാതെ തന്നെ ഞാൻ ആക്ച്വൽ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് കടക്കാൻ പോകും. നമ്മളിനി ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അപ്പൊ നമുക്ക് ഒന്ന് നമുക്ക് ഓറൽ ഡ്രഗ്സ് കൊടുക്കാം അല്ലെ. പിന്നെ നമ്മൾ ഡയബറ്റീസ് സിവിയർ ആയിട്ട് നമ്മുടെ ബീറ്റ സെൽസിന് ഡാമേജ് വന്നിട്ട് ബീറ്റ സെൽസിന് ഇൻസുലിൻ ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യാനില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാവുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നത്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഇൻജെക്റ്റബിൾ ആണ് അല്ലെ. ഓറൽ ഡ്രഗ്സ് ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓറൽ ഡ്രഗ്സ് പഠിക്കാം. ഓറൽ ഡ്രഗ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഓഡിബിൾ അല്ലേ ഞാൻ? യെസ് സർ. ഓക്കെ, അപ്പൊ ഓറൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓറൽ ഡ്രഗ്സിനെ എങ്ങനെ ക്ലാസിഫിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ സിമ്പിൾ ടേംസിൽ എക്സ്പ്ലെയിൻ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് വിച്ച് കോസസ് ഇൻസുലിൻ സെക്രീഷൻ. ഇൻസുലിൻ സെക്രീഷൻ കൂട്ടാൻ പറ്റുന്ന ഡ്രഗ്സ്. പിന്നെ നമുക്കറിയാം ഡയബറ്റീസിന്റെ മെയിൻ പ്രശ്നം എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡ്രഗ്സ് വിച്ച് ക്യാൻ ഓവർകം ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതൊരു രണ്ടാമത്തെ ക്ലാസ് ഡ്രഗ് ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്. ഇപ്പൊ ഞാനിപ്പോ പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചു, സ്റ്റൊമക്കത്തിൽ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് അബ്സോർബ് ചെയ്തു. അപ്പൊ ഈ അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് ഷുഗർ കൂടുന്നത്. ഇതിപ്പോ അബ്സോർബ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഗ്ലൂക്കോസ് ഇവിടെ എത്തുന്നത്. അപ്പൊ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ അബ്സോർപ്ഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് പൊക്കോളും. അപ്പോൾ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയാൻ പോണേ ഡ്രഗ്സ് വിച്ച് ഡിക്രീസസ് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അതും പഠിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ്, ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ കിഡ്നി എടുക്കുകയാണെങ്കിൽ തന്നെ യൂഷ്വലി കിഡ്നിയിൽ നമ്മുടെ യൂറിനിൽ ഇപ്പൊ ഞാൻ കിഡ്നിയുടെ ഉള്ളിലത്തെ ഒരു പിക്ചർ വരയ്ക്കാം. ഇത് നമ്മുടെ കിഡ്നി ഒരു ഫിൽറ്റർ ആണല്ലോ, ഇതൊരു ഫിൽറ്ററാണ്. കിഡ്നി ഒരു ഫിൽറ്ററാണ്. ഇവിടെ കാണുന്നത് ബ്ലഡ്, ഇവിടെ നമുക്ക് വരുന്നതാണ് യൂറിൻ. ഓക്കെ, നോർമലി യൂറിനിൽ ഗ്ലൂക്കോസ് വരില്ല. കാരണം യൂറിനിൽ വരുന്ന എന്തെങ്കിലും ഗ്ലൂക്കോസ് ഇങ്ങനെ കയറുവാണെങ്കിൽ അതിനെ നേരെ തിരിച്ച് ബ്ലഡിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്.
ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് SGLT2. അപ്പൊ എന്തെങ്കിലും ബ്ലഡിൽ നിന്ന് എന്തെങ്കിലും ഷുഗർ യൂറിനിലേക്ക് വന്ന് അത് തിരിച്ച് പമ്പ് ചെയ്യാനുള്ള ഒരു ഒരു പമ്പിന്റെ പേരാണ് SGLT2. ഇതാണ് സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ടർ എന്ന് വിളിക്കുന്നത്, SGLT2. ഞാൻ പറയാനൊരു കാരണമുണ്ട്. അപ്പൊ യൂഷ്വലി ഇത് കാണില്ല. അപ്പോ ഈ ഒരു പമ്പിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്ലഡിലത്തെ ഗ്ലൂക്കോസ് മുഴുവൻ യൂറിനിലേക്ക് പോകും, യൂറിൻ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ബ്ലഡിലത്തെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് കൂടി ഡ്രഗ് എഴുതാം. ഡ്രഗ്സ് വിച്ച് ഇൻക്രീസസ് urinary excretion of glucose. അപ്പൊ ഗ്ലൂക്കോസ്, ഇപ്പൊ ഈ എല്ലാ മെക്കാനിസം കൂടെയും ഗ്ലൂക്കോസ് കുറയില്ലേ? ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന്റെ എന്താണ്, ആരെങ്കിലും ഒന്ന് പറയാമോ? ഫസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ് ഒന്ന് പറയാമോ? ഓക്കെ, അപ്പൊ അതിന് ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്ന കുറച്ച് ഡ്രഗ്സ്. രണ്ടാമത്തെ ക്ലാസ് ഒന്ന് പറയാമോ? മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ റിസപ്റ്ററിന് ഓവർകം ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയാമോ? ഓക്കെ, ഇനി ലാസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ് പറയുകയാണെങ്കിൽ ഡ്രഗ്സ് വിച്ച് ഇൻക്രീസസ് യൂറിനറി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇതെല്ലാം നമുക്ക് ഇനി ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ് എടുക്കാം. ആദ്യത്തെ ക്ലാസ് നമുക്ക് ഓരോ ക്ലാസ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. ഡ്രഗ്സ് വിച്ച് ഇൻക്രീസസ് ഇൻസുലിൻ സെക്രീഷൻ. അപ്പൊ ഇതിന് നമ്മളിപ്പോ സയന്റിഫിക്കലി ഇൻസുലിൻ സെക്രീറ്റഡ് ഗോക്സ് എന്ന് വിളിക്കും. ഡീറ്റെയിലിൽ നമ്മൾ അറിയണമെന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഒരു, ഞാൻ ഈ സൈഡിൽ ഇപ്പൊ ഒരു ഇത് വരയ്ക്കുന്നത് കാണുന്നുണ്ടോ? ഇതിപ്പോ ഞാൻ വരയ്ക്കുന്നത് ഒരു ബീറ്റാ സെല്ലാണ് കേട്ടോ. നമുക്കറിയാം ഈ ബീറ്റാ സെല്ലിന്റെ ഉള്ളിൽ നമുക്കറിയാം ഇൻസുലിൻ സ്റ്റോർഡ് ആണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻക്രെറ്റിൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇൻക്രെറ്റിൻസ് എന്ത് ചെയ്യും? ഇൻക്രെറ്റിൻസ് നേരെ പോയിട്ട് ബീറ്റാ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇൻസുലിൻ റിലീസ് ചെയ്യും അല്ലെ? നമുക്കറിയാലോ, ഇത്ര അറിയാലോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇൻക്രെറ്റിൻസ് എന്ന് പറഞ്ഞ ഈ ഹോർമോണിനെ യൂഷ്വലി നമ്മുടെ ബോഡി ഡീഗ്രേഡ് ചെയ്ത് കളയും. ആ ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന ബോഡിയുടെ എൻസൈമിന്റെ പേരാണ് DPP4. ഡൈപെറോക്സിൽ DPP4 എന്ന് പറഞ്ഞ ഒരു എൻസൈം എന്ത് ചെയ്യും? ഈ ഇൻക്രെറ്റിൻസിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും, അതായത് ഇൻക്രെറ്റിൻസ് ഇല്ലാണ്ടാക്കും. അപ്പൊ ഇൻക്രെറ്റിൻസ് ഇല്ലെങ്കിൽ ബീറ്റാ സെൽ സ്റ്റിമുലേറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടിച്ച ഡ്രഗ്സ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. DPP4 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ്, ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ്സ് DPP4 ഇൻഹിബിറ്റേഴ്സ്. ഇപ്പൊ DPP4നെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രെറ്റിൻസ് അളവ് കൂടുമല്ലോ അല്ലെ? അപ്പൊ ഇൻക്രെറ്റിൻസ് പോയിട്ട് ബീറ്റാ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഇൻസുലിൻ റിലീസ് ചെയ്യും. അപ്പൊ ഈ DPP4 ഇൻഹിബിറ്റേഴ്സിന്റെ പേരാണ് സീതാഗ്ലിപ്റ്റിൻ. കേട്ടിട്ടുണ്ടോ സീതാഗ്ലിപ്റ്റിൻ? ടെനലിഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് കുറച്ച് കോസ്റ്റ്ലി ഡ്രഗ് ആണ്, സാധാരണ ഡ്രഗ്സിനെ കുറച്ച് കൂടുതലാണ്. 18 to 23 rupees ഒക്കെ ഇതിന് വരും. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സീതാഗ്ലിപ്റ്റിൻസ് എന്ന് പറയുന്ന ഡ്രഗ്സ്, അതായത് DPP4 ഇൻഹിബിറ്റർ. ഇത്രയും മനസ്സിലായല്ലോ? സീതാഗ്ലിപ്റ്റിൻ, ടെനലിഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ. സ്പെല്ലിംഗ് ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്. വിസിബിൾ ആണോ? എഴുതുന്ന ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചല്ലോ. അപ്പൊ ഇതാണ് ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ പഠിച്ചു അപ്പൊ എന്താണ് DPP4 ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഓഫ് ഡ്രഗ്സ് നോക്കണമെങ്കിൽ ഈ ബീറ്റാ സെൽസിനെ നമ്മളൊന്ന് ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്യണം. ബീറ്റാ സെൽസിന്റെ നമുക്ക് ഇവിടെ എന്താ പറയാ ഒരു ചാനൽ ഉണ്ട്. ഈ ഒരു ചാനലിനെ വിളിക്കുന്നതാണ് പൊട്ടാസ്യം ATP ചാനൽ.
പൊട്ടാസ്യം ATP ചാനൽ. അപ്പൊ യൂഷ്വലി ഈ ചാനൽ തുറന്നിട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? പൊട്ടാസ്യം പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകും. പൊട്ടാസ്യം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കൂല. അപ്പൊ ഈ ചാനൽ നമ്മൾ ഇനി ക്ലോസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ എപ്പോഴെങ്കിലും ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ അളവ് ഉള്ളിലേക്ക് കൂടും. മനസ്സിലാവുന്നുണ്ടോ? പൊട്ടാസ്യത്തിന്റെ അളവ് ഉള്ളിലേക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടാസ്യം എന്ത് ചെയ്യും? നമ്മുടെ കാൽഷ്യത്തിനെ പുറത്തേക്ക് നിന്ന് ഉള്ളിലേക്ക് വലിക്കും. കാൽഷ്യം ഇൻഫ്ലക്സ് കൂട്ടും. ഈ കാൽഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാൽഷ്യം ഒരു സ്റ്റിമുലന്റ് ആണ്. കാൽഷ്യം നേരെ പോയിട്ട് ബീറ്റാ സെൽസിൽ സ്റ്റോർ ചെയ്ത ഇൻസുലിനെ ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് ഇതിനെ റിലീസ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? യൂഷ്വലി ഞാൻ ഒന്നുകൂടി പറയാം. യൂഷ്വലി ഇവിടെ ഒരു പൊട്ടാസ്യം ATP എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ഈ പൊട്ടാസ്യം ATP എന്ന് പറഞ്ഞ ചാനൽ എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് എപ്പോഴെങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ അളവ് ഉള്ളിലേക്ക് കൂടും. പൊട്ടാസ്യത്തിന്റെ അളവ് ഉള്ളിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഇൻഫ്ലക്സ് കൂടും. ഈ കാൽഷ്യം ഇൻഫ്ലക്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റാ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇൻസുലിൻ റിലീസ് ചെയ്യും. അപ്പോ നമുക്ക് ഒരു പുതിയൊരു ക്ലാസ് ഓഫ് ഡ്രഗ്സിന് നമുക്ക് ഇൻസുലിൻ സെക്രേറ്റ് ചെയ്യണമെങ്കിൽ പൊട്ടാസ്യം ATP ചാനലിനെ ബ്ലോക്ക് ചെയ്താൽ പോരെ. അപ്പൊ നമ്മളൊരു ക്ലാസ് ഓഫ് ഡ്രഗ്സിന് പഠിക്കുകയാണ് പൊട്ടാസ്യം ATP ചാനൽ ബ്ലോക്കേഴ്സ്. ആ ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്. അതിൽ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സൾഫോണിൽ യൂറിയാസ്. സൾഫോണിൽ യൂറിയാസ്. പിന്നെ വരുന്നതാണ് മെഗ്ലിറ്റിൻ അനലോഗ്സ്. ക്ലിയർ ആണോ ഞാൻ എഴുതുന്നത്? ഓക്കെ. ഇപ്പൊ സൾഫോണിൽ യൂറിയയിലത്തെ കുറച്ച് ഡ്രഗ്സിന്റെ പേര് ആർക്കെങ്കിലും പറയാവോ? നമ്മൾ ഭയങ്കര എക്സാക്ട്ലി. ഗ്ലിമിപ്രൈഡ്, ഗ്ലിക്കസൈഡ്. ഒക്കെ ഗ്ലിക്കസൈഡ് അങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ കേട്ടോ. ഗ്ലിമിപ്രൈഡ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ട സംഭവം. ഈ ഗ്ലിമിപ്രൈഡിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സംഭവം? ക്ലിയർ ആയില്ല? ആരോ പറഞ്ഞ വോയിസ് ഒന്ന് ബ്രേക്ക് ആയി പോയായിരുന്നു. ഈ ഗ്ലിമിപ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ഡ്രഗ് ആണ്. വളരെ വില കുറവാണ്. ഇതിന് ഒരു ടാബ്ലറ്റിന് 1 രൂപയും കൂടെ വരുന്നുണ്ട്. എക്സ്ക്യൂസ് മീ. അപ്പൊ ഈ ഗ്ലിമിപ്രൈഡ്, ഗ്ലിക്കസൈഡ് ഒക്കെ ഈ സൾഫോണിൽ യൂറിയാസിൽ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഡ്രഗ്സ് എടുക്കുകയാണെങ്കിൽ അതാണ് മെഗ്ലിറ്റിൻ അനലോഗ്സ്. ഇതിന്റെ നമ്മൾ യൂസ് ചെയ്യാറില്ല അധികം, പക്ഷെ എന്നാലും ഞാൻ പറയാണ്. റാപ്പഗ്ലിനൈഡ്, നാറ്റിഗ്ലിനൈഡ്. ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഇത്രയ്ക്കും ക്ലിയർ ആയോ? ഹലോ. ക്ലിയർ ആണ് സാർ. ജസ്റ്റ് ഇപ്പൊ ഒന്നുകൂടി പറയാം. അപ്പൊ ഇൻസുലിന്റെ സെക്രീഷൻ കൂട്ടാൻ പറ്റുന്ന ഡ്രഗ്സിന്റെ പേരെന്തൊക്കെയാണ്? ആർക്കെങ്കിലും ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാമോ? ഓക്കെ. അതിന്റെ ക്ലാസ് മെയിൻ ഹെഡിങ് എന്താണ്? DPP4 ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ. അതിന്റെ പേരൊന്ന് പറയാമോ? എക്സാമ്പിൾസ് പറയാമോ? സിറ്റാഗ്ലിപ്റ്റിൻ, ടെനലിഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ. ഓക്കെ. ഞാൻ അറ്റ്ലീസ്റ്റ് 2 എഴുതുന്നത്. എല്ലാവരും നന്നായി പറഞ്ഞു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഡ്രഗ്സിന്റെ പേര്? എന്താണ്? ATP ബ്ലോക്കേഴ്സ്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന 2 ക്ലാസ് ഓഫ് ഡ്രഗ്സിന്റെ പേരെന്താണ്? സൾഫോണിൽ യൂറിയാസും മെഗ്ലിറ്റിൻ അനലോഗ്സും. ഓക്കെ. സൾഫോണിൽ യൂറിയാസും മെഗ്ലിറ്റിൻ അനലോഗ്സ്. ഞാൻ ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. അനലോഗ്സ്. ഓക്കെ. സൾഫോണിൽ യൂറിയയിലെ എക്സാമ്പിൾ ആണ് ഓക്കെ. മെഗ്ലിറ്റിൻ അനലോഗ്സിന്റെ എക്സാമ്പിൾ ആണ് റെപ്പഗ്ലിനൈഡ്. അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും പഠിക്കുക. റെപ്പഗ്ലിനൈഡ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും പഠിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു. അപ്പൊ ഈ ഇതൊക്കെ എല്ലാം ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുന്ന ഡ്രഗ്സ് ആണ്. ഞാൻ ഡയറക്റ്റ് ഇതിന്റെ സൈഡ് എഫക്ട്സിലേക്ക് പോവാം. ഇൻസുലിൻ സെക്രീഷൻ കൂട്ടി കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാവോ? ഹൈപ്പോഗ്ലൈസീമിയ. എക്സാക്ട്ലി. ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പോഗ്ലൈസീമിയ.
അപ്പൊ നമ്മൾ എപ്പോഴും വയസ്സായ ആൾക്കാർക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഹൈപ്പോഗ്ലൈസീമിയയുടെ സയൻസ് ഇപ്പൊ നമ്മളൊരു ക്ലിനിക്കിൽ നോക്കുമ്പോൾ ഒരു പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ട് നമ്മൾ എങ്ങനെ അറിയാം? ഒന്ന് ഒന്ന് നമുക്ക് പേഷ്യന്റ് നോക്കും, പേഷ്യന്റ് ട്രെമേഴ്സ് ഉണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും, പേഷ്യന്റ് ആകെ ടയർഡ് ആയിരിക്കും അല്ലെ, ഡിസോറിയന്റഡ് ആയിരിക്കാം, ഡിസി ആയിരിക്കാം, ഇത്രയും നമുക്കറിയാം. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നത്? ഹൈപ്പോഗ്ലൈസീമിയ ഈസ് വെൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈസ് ബിലോ 70 അല്ലേ? ബിലോ 70 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ ലെസ് ദാൻ 53 അല്ലേ? ആണോ? ബിലോ 70 മറ്റേത് എനിക്ക് ഓർമ്മയില്ല. അതെ സർ, ബിലോ 70 ആണല്ലോ അല്ലേ? ഞാനിപ്പോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയപ്പോൾ കണ്ടത് ബിലോ 70 ആയിരുന്നു. അപ്പൊ സിവിയർ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വിളിക്കുന്നത് ബിലോ 53 ആണ്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയയുടെ മാനേജ്മെന്റ് എല്ലാവർക്കും അറിയാലോ അല്ലെ? യൂഷ്വലി നമ്മൾ ഷുഗർ കണ്ടെയ്നിങ് എന്തെങ്കിലും ഗ്ലൂക്കോസ് കണ്ടെയ്നിങ് ഫുഡാണ് ആദ്യം കൊടുക്കാറുള്ളത്. അത് കൊടുത്തിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ 25 അല്ലെങ്കിൽ 50D ഡെക്സ്ട്രോസ് ഇൻഫ്യൂസ് ചെയ്യാണ് ചെയ്യുക അല്ലെ? അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനം ഹൈപ്പോഗ്ലൈസീമിയ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫോണിൽ യൂറിയ, അതായത് ഇൻസുലിൻ ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ടാക്കുന്ന സംഭവമാണ് വെയിറ്റ് ഗെയിൻ. ഒബീസ് പേഷ്യന്റിന് ഇത് അത്രയും നല്ലതല്ല. അപ്പൊ ഈ രണ്ട് സൈഡ് എഫക്ട് നമ്മൾ പഠിച്ചല്ലോ. എന്താണ് വെയിറ്റ് ഗെയിൻ്റെ ഒന്നുകൂടെ പറയാമോ? അപ്പൊ ഈ ഇൻസുലിൻ സെക്രേഷൻ കൂട്ടുമ്പോൾ ഇത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഫസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് കഴിഞ്ഞു, ഇൻസുലിൻ സെക്രേഷൻ കൂട്ടുന്ന ഡ്രഗ്സ്. പക്ഷെ നമ്മളിപ്പോ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നത് ഗ്ലിമിപ്രൈഡും ഈ സീതാഗ്ലിപ്പിനും ഒക്കെയാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. കേട്ടോ? ഇനി ഞാനിപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് പോട്ടെ. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡ്രഗ്സ് വിച്ച് നോക്കി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഡ്രഗ്സ് വിച്ച് ഓവർകം ഇൻസുലിൻ റെസിസ്റ്റൻസ്. യെസ്, എക്സാക്ട്ലി. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യുന്ന ഒരു ഭയങ്കര വണ്ടർഫുൾ ഡ്രഗ്, ലൈക്ക് ഈ ഡയബറ്റീസിന്റെ മാനേജ്മെന്റ് തന്നെ മാറ്റിമറിച്ച ഒരു ക്ലാസ് ഓഫ് ഡ്രഗ് ആണ് ബിഗ്വാനൈറ്റ്സ്. കാണുന്നുണ്ടോ ബിഗ്വാനൈറ്റ്സ്? ഈ ബിഗ്വാനൈറ്റിന്റെ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മെറ്റ്ഫോമിൻ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു ഡ്രഗിൽ ഒന്നാണ് മെറ്റ്ഫോമിൻ അല്ലെ? എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റും മെറ്റ്ഫോമിൻ അല്ലെ? ഈ മെറ്റ്ഫോമിന് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അത് ഞാൻ പറഞ്ഞില്ല, ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനം സെൻസിറ്റീവ് അല്ല. ആ സെൻസിറ്റിവിറ്റി മാറ്റാൻ കഴിവുള്ളൊരു മെഡിസിൻ ആണ് മെറ്റ്ഫോമിൻ. മെറ്റ്ഫോമിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്കിപ്പോ യൂഷ്വലി നമ്മുടെ എക്സാമിന് ചോദിക്കില്ല, പക്ഷെ എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് മെറ്റ്ഫോമിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് പറയാം ഇറ്റ് ഡിക്രീസസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. പക്ഷെ ഒരു എക്സാക്ട്ലി ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ലൈസൻസിങ് എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ AMPK കൈനേസ് ആക്ടിവേറ്റർ. മനസ്സിലാവുന്നത്? ഇതാണ് മെറ്റ്ഫോമിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി ഒരു ഡ്രഗും കൂടി ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട്. അതിന്റെ പേരാണ്, അതിന്റെ ക്ലാസ്സിനെ വിളിക്കുന്നതാണ് തയാസോളിനി ഡയോൺസ്. അപ്പൊ ഇതിന്റെ മെയിൻ ഡ്രഗിന്റെ പേരാണ് പയോഗ്ലിറ്റസോൺ. അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും പയോഗ്ലിറ്റസോൺ എന്ന് പറയുന്ന ഡ്രഗാണ്. കേട്ടോ? ഈ പയോഗ്ലിറ്റസോണിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കി കഴിഞ്ഞാൽ അത് ഒത്തിരി നമുക്ക് അത്രയും ചോദിക്കാറില്ല. PPAR ഗാമ ആക്ടിവേറ്റർ ആണ്. നമുക്ക് പഠിക്കേണ്ട സാധനം എന്താണ്? ബിഗ്വാനൈഡ് ആണ്. മെയിൻലി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ബിഗ്വാനൈഡ്. ബിഗ്വാനൈഡിലത്തെ മെയിൻ ഡ്രഗ് ആണ് മെറ്റ്ഫോമിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ AMPK കൈനേസ് ആക്ടിവേറ്റർ. ക്ലിയർ ആണോ? പിന്നെ നമുക്കിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് മെറ്റ്ഫോമിൻ ആയതുകൊണ്ട് മെറ്റ്ഫോമിന്റെ സൈഡ് എഫക്ട്സിലേക്ക് നമുക്ക് കടക്കാം. മെറ്റ്ഫോമിന്റെ സൈഡ് എഫക്ട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ മെറ്റ്ഫോമിൻ കോസസ് വെയിറ്റ് ലോസ്. നേരത്തെ പഠിച്ച ക്ലാസ് ഓഫ് ഡ്രഗ്സ് എല്ലാം വെയിറ്റ് ഗെയിൻ ആയിരുന്നു, പക്ഷെ മെറ്റ്ഫോമിൻ കോസസ് വെയിറ്റ് ലോസ്.
അപ്പൊ ഇത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ഡയബറ്റീസ് പേഷ്യന്റ് നമ്മൾ നോക്കുമ്പോൾ ഒബീസ് ആണ് എല്ലാവരും, പക്ഷെ മസിൽ മാസ് കുറവായിരിക്കും, ചിലർ ഒബീസ് ആണ്. അപ്പോ ഒബീസ് പേഷ്യൻസിന് മെറ്റ്ഫോമിൻ വളരെ നല്ലൊരു കാര്യമാണ്, നല്ല വെയിറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ മെറ്റ്ഫോമിൻ PCOD എന്ന് പറഞ്ഞ അസുഖത്തിനും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. PCODയിലും ഇങ്ങനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറവാണ്, അപ്പൊ നമ്മൾ PCODയിലും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് മെറ്റ്ഫോമിൻ. പിന്നെ മെറ്റ്ഫോമിന്റെ ഒരു ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് കോസസ് ലാക്ടിക് അസിഡോസിസ്. ലാക്ടിക് അസിഡോസിസ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. യൂഷ്വലി ഇത് കുറച്ച് മദ്യപിക്കുന്ന ആൾക്കാർ, കുറച്ച് വെള്ളം കുറവ് കുടിക്കുന്ന ആൾക്കാർ, ഡീഹൈഡ്രേഷനോ നല്ല ആൽക്കഹോൾ കൺസപ്ഷനുള്ള ആൾക്കാർക്കോ ലാക്ടിക് അസിഡോസിസ് വരും. പിന്നെ മെറ്റ്ഫോമിൻ ഇമ്പോർട്ടന്റ്ലി കോസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. അപ്പൊ നമ്മൾ മെറ്റ്ഫോമിന്റെ കൂടെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളൊന്ന് പറയണം ലാക്ടിക് അസിഡോസിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ലോസ് അതൊരു നല്ല കാര്യമാണ്. പിന്നെ ലോങ് ടേം ആയിട്ട് മെറ്റ്ഫോമിൻ എടുക്കുമ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകും. ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് മെറ്റ്ഫോമിനെ പറ്റിയിട്ടുള്ള നമുക്കൊരു ഒരുവിധം കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് മെറ്റ്ഫോമിൻ. മെറ്റ്ഫോമിന്റെ ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട്സ് ആണ് വെയിറ്റ് ലോസ്, ലാക്ടിക് അസിഡോസിസ്, പിന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അല്ലേ? ഓക്കെ, അപ്പോൾ ഡ്രഗ്സ് വിച്ച് ഓവർകം ഇൻസുലിൻ റെസിസ്റ്റൻസും നമ്മൾ പഠിച്ചു. ഇനി ആകെ 2 ഡ്രഗ്സും കൂടെ ഉള്ളൂ. ഇത് വലിയ അടുത്ത 2 ക്ലാസ്സും വലുതല്ല. ഡ്രഗ്സ് വിച്ച് ഡിക്രീസസ് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഞാൻ ഇവിടെ വരച്ചില്ല, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഒരു എൻസൈം വേണം. ആ എൻസൈമിന്റെ പേരാണ് ആൽഫ ഗ്ലൂക്കോസിഡേസ്. ഈ ഒരു എൻസൈമിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കയറില്ല, ബ്ലഡിലേക്ക് കയറുന്നത് കുറയും. ആ ഗ്ലൂക്കോസ് മുഴുവൻ ഇൻഡസ്റ്റൈനിലേക്കൂടെ പുറത്തേക്ക് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സ് ഉണ്ട്. അതിന്റെ പേരാണ് അകാർബോസ്, വോഗ്ലിബോസ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് ആൽഫ ഗ്ലൂക്കോസിഡേസ് എന്ന് പറയുന്ന സംഭവത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് എന്താണ്? ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സിന്റെ ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട്സ് എന്താണ്? കുറെ ഗ്ലൂക്കോസ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ അവിടെ നിൽക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇൻഡസ്റ്റൈനിലത്തെ ബാക്ടീരിയ ഓവർഗ്രോ ചെയ്യും. അതായത് കുറെ ഗ്ലൂക്കോസ് നിൽക്കുമ്പോൾ ഓസ്മോട്ടിക് ഡയറിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. കാരണം കുറെ ഗ്ലൂക്കോസ് കൂടുതലാണ്. അപ്പോൾ ഗ്ലൂക്കോസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളവും ഇൻഡസ്റ്റൈനിന്റെ ഉള്ളിൽ കൂടും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഓസ്മോട്ടിക് ഡയറിയ. ഇതിന്റെ ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് എന്താണ്? ഓസ്മോട്ടിക് ഡയറിയ ഉണ്ടാവും. അപ്പൊ ഈ ക്ലാസ് ഓഫ് ഡ്രഗും കഴിഞ്ഞില്ലേ? ഡ്രഗ് വിച്ച് ഡിക്രീസസ് ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. ഇതിന്റെ പേരെന്താണ്? ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സിന്റെ ഡ്രഗ്സിന്റെ പേരെന്താണ്? അകാർബോസ്, വോഗ്ലിബോസ്. ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് എന്താണ്? ഓസ്മോട്ടിക് ഡയറിയ. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ഇരിക്കുന്ന ഡ്രഗ്സ് ആണ് ഡ്രഗ്സ് വിച്ച് ഇൻക്രീസസ് യൂറിനറി എക്സ്ക്രീഷൻ ഓഫ് ഗ്ലൂക്കോസ്. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ ഇത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മുടെ ബ്ലഡ് ആണ്, ഒന്നുകൂടെ വരയ്ക്കാം. ഇപ്പൊ നമ്മുടെ കിഡ്നി ഇപ്പൊ ഒരു ഫിൽറ്റർ മാതിരിയാണ് അല്ലെ? ഇതൊരു കിഡ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ മാതിരി ഒരു സംഭവമാണ്. ഇവിടെയുള്ളത് ബ്ലഡ് ആണ്, ഇവിടെയുള്ളത് ബ്ലഡ് ആണ്, ഇവിടെയുള്ളത് യൂറിൻ ആണ്. ഇപ്പൊ ബ്ലഡിൽ നിന്ന് യൂഷ്വലി ഗ്ലൂക്കോസ് യൂറിനിലേക്ക് പോവാറില്ല. കാരണം എന്താണ്? യൂറിനിലേക്ക് എന്തെങ്കിലും ഗ്ലൂക്കോസ് പോയി കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കുന്ന ഒരു റിസപ്റ്റർ ഇവിടെ ഉണ്ട്. അതിന്റെ പേരാണ് SGLT2, സോഡിയം ഡിപ്പെൻഡന്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 2 എന്ന് വിളിക്കും, SGLT2. അപ്പൊ നമ്മള് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇതിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ വരുന്ന ഗ്ലൂക്കോസ് ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോവില്ലേ? യൂറിനിൽ പോയിട്ട് യൂറിനിൽ കൂടെ പുറത്തേക്ക് പോവില്ലേ? അല്ലെ, എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോവില്ലേ? അപ്പൊ ബ്ലഡിലത്തെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയൂലേ? അല്ലെ? അപ്പൊ SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്ത് ചെയ്യും? ബ്ലഡിലത്തെ ഗ്ലൂക്കോസിനെ യൂറിനെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. SGLT2 ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ അതിന്റെ പേരെന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഗ്ലിഫ്ലോസിൻ, ഡാപ്പാഗ്ലിഫ്ലോസിൻ. ഇത് ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്. ഡാപ്പാഗ്ലിഫ്ലോസിൻ, കാനാഗ്ലിഫ്ലോസിൻ, എംപാഗ്ലിഫോസിൻ. ഇത്രയും പഠിച്ചല്ലോ. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് സൈഡ് എഫക്ട് എന്തായിരിക്കും? യൂറിനിൽ കൂടെ കുറെ ഗ്ലൂക്കോസ് പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യൂറിനിൽ കൂടെ കുറെ ഗ്ലൂക്കോസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് പ്രശ്നം? യൂറിനിൽ ഒരുപാട് ഗ്ലൂക്കോസ്. ഡീഹൈഡ്രേഷൻ അല്ല, യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് ആണ് പോകുന്നത്. ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും?
Urinary sorry. infection. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. Yes. ഇതിൽ നല്ല സിവിയർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫീമെയിൽസിലാണെങ്കിലും മെയിൽസിലാണെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. യൂഷ്വലി ഫീമെയിൽസിലല്ലേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാണാറുള്ളത്, പക്ഷെ ഇത് മെയിൽസിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല സിവിയർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിരിക്കും. കാരണം ഇത്രയും ഷുഗർ പോകുന്നുണ്ട്, ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാത്രമല്ല, നമ്മുടെ പെനിസിന്റെ അവിടെ ഇൻഫെക്ഷൻ വരാം, ഇപ്പൊ ബെലനോ പ്രോസ്റ്റൈറ്റിസ് വരാം. ഇതൊക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ്. സിമ്പിൾ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യൂറിനയുടെ കുറെ ഗ്ലൂക്കോസ് പോകുന്നു, അതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരും, ബെലനോ പ്രോസ്റ്റൈറ്റിസ് വരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് നമ്മൾ എന്ത് പറയണം? പ്ലെന്റി ഓഫ് വാട്ടർ കുടിക്കാൻ പറയണം, അല്ലെ? കുറെ വെള്ളം കുടിക്കാൻ പഠിക്കണം, വാട്ടർ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇത്രയും മനസ്സിലായോ? സർ, ഈ Yes, sir. കാർഡിയാക് പോസ്റ്റ് ആൻജിയോഗ്രാഫി പേഷ്യൻസിന് ഡാപ്പോഗ്ലിഫോസിൻ ആഡ് ചെയ്യാറ്. ആൻജിയോഗ്രാഫി പേഷ്യൻസിന് പോസ്റ്റ് പി സി മീൻസ് പെർക്യൂട്ടേനിയസ് പോസ്റ്റ് പി സി ഇന്റർവെൻഷൻ. ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മെറ്റ്ഫോമിന് നമ്മുടെ ഇത് കൂട്ടാൻ പറ്റും, ക്രിയാറ്റിൻ അളവ് ചിലപ്പോൾ കൂടാൻ പറ്റും മെറ്റ്ഫോമിൻ കഴിക്കുന്ന പേഷ്യൻസിന്. അപ്പൊ നമ്മൾ ഈ PCA ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൈ ഇൻജെക്ട് ചെയ്യുമല്ലോ. ഈ ഡൈ ഇൻജെക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡൈ ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റ്ഫോമിൻ ഹോൾഡ് ചെയ്യണം. മെറ്റ്ഫോമിൻ ഹോൾഡ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഞാൻ നല്ലൊരു ഡൗട്ടാണ് ചോദിച്ചത്. കാരണം SGLT ഇൻഹിബിറ്റേഴ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഇസ് സേഫ്. നമ്മൾ വിചാരിക്കും ഇത് കിഡ്നിയുള്ള സാധനം. ഇറ്റ് ഇസ് സേഫ് ഇൻ ക്രോണിക് കിഡ്നി ഡിസീസ്. ഇത് കിഡ്നിക്ക് സേഫ് ആണ്. ഇത് ഹാർട്ടിനും പ്രൊട്ടക്റ്റീവ് ആണ്. ഈ ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഡ്രഗാണ്. കാരണം ഇത് സേഫ് ഇൻ ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർക്കും ഇത് ഹാർട്ടിന് പ്രൊട്ടക്റ്റീവ് ആണ്. ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ പ്രൊട്ടക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യന്റിനും കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിനും ഇത് പ്രിഫേർഡ് ഡ്രഗ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ആൻജിയോഗ്രാഫി കഴിഞ്ഞ പേഷ്യൻസിന് ഇത് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ മോർട്ടാലിറ്റി, അത് ഹാർട്ട് ഡിസീസ് കാരണമുള്ള പേഷ്യന്റ് മരിക്കാനുള്ള ചാൻസ് കുറയുന്നുള്ളത് കുറച്ച് റിസർച്ച് വരെ കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് നമ്മളിപ്പോ ക്ലിനിക്കൽ പ്രാക്ടീസ് നോക്കുവാണെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. നമ്മൾ പാവപ്പെട്ട പുവർ പേഷ്യൻസിനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഗ്ലിമിപ്രൈഡ് ആണ് നമ്മൾ കാണാറുള്ളത്, അല്ലെ? ഗ്ലിമിപ്രൈഡ് നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് നമ്മുടെ മെറ്റ്ഫോമിൻ, അല്ലെ? മെറ്റ്ഫോമിൻ പുവർ പേഷ്യൻസിനും എല്ലാ പേഷ്യൻസിനും നമ്മൾ മെറ്റ്ഫോമിൻ കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഡ്രഗാണ് നമ്മുടെ DPP-4 ഇൻഹിബിറ്റർ ആയ സീതാഗ്ലെപ്റ്റിൻ, ടെൻലിഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്ന ഡ്രഗാണ്, ഞാനിപ്പോ ഈ പറഞ്ഞ റീസൺ കൊണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡ്രഗാണ് ഡാപ്പാഗ്ലിഫോസിൻ, കാനഗ്ലിഫോസിൻ, എംഫഗ്ലിഫോസിൻ. ഇതൊക്കെ റീനലും ഹാർട്ടിനും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഇത്രയ്ക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? കൺഫ്യൂസിംഗ് ആണോ? ക്ലിയർ ആണ് സർ. എളുപ്പമല്ലേ? കാരണം നമ്മളിപ്പോ ഓരോ മെക്കാനിസം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് ഒരു ഒറ്റയടിക്ക് നമ്മൾ ഇവിടെ ഒരു DPP-4 എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഈ ബീറ്റ സെൽസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ആ ഒരു ഇമേജ് ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഡ്രഗ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, ഇതിന്റെ സൈഡ് എഫക്ട്സ് ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ ആണോ? സർ, ഒരേ പേഷ്യന്റ് മെറ്റ്ഫോർമിനും ഗ്ലിമിപ്രൈഡും കൊടുക്കാറില്ലേ സർ? അതെങ്ങനെയാ കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ യൂഷ്വലി ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡ്രഗ് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലത് മെറ്റ്ഫോമിനാണ്. നമുക്ക് കണ്ണടച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗാണ് മെറ്റ്ഫോമിൻ. നമ്മൾ 500 mg OD വൺസ് ഡെയിലി ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് കൂട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും, 500 mg BD ആക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് 1 gram BD ആണ്. കാരണം നമ്മുടെ മാക്സിമം ഡോസ് എന്ന് പറയുന്ന സാധനം 1800 milligram ആണ് ഒരു പേഷ്യന്റ് ഒരു ഡേ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ 2 ഗ്രാമിന്റെ അടുത്താണ് കൊടുക്കുന്നത്, കുഴപ്പമില്ല. അപ്പൊ ഇത്രയും വരെ കൊടുക്കും. പക്ഷെ ഇതിൽ കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റിന് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് കൂടുതലാണ് നിൽക്കുക. അപ്പൊ നമ്മൾ ഈ ഗ്ലിമിപ്രൈഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാവും? ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിത് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ മോർണിംഗ് ഷുഗർ കുറയൂലേ, ഫേസ് കുറയൂലേ? അപ്പൊ നമുക്ക് ഗ്ലിമിപ്രൈഡ് ഇതിന്റെ കൂടെ മെറ്റ്ഫോമിന്റെ കൂടെ ആഡ് ചെയ്യാം. മെറ്റ്ഫോമിന്റെ കൂടെ ഇപ്പൊ ഗ്ലിമിപ്രൈഡ് നമ്മൾ പുവർ പേഷ്യൻസിന് ആഡ് ചെയ്യാറുള്ളൂ. പക്ഷെ ഗ്ലിമിപ്രൈഡ് മെറ്റ്ഫോമിൽ കൺട്രോൾ ആവുന്നെങ്കിൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് SGLT2 അല്ലെങ്കിൽ DPP-4.
ഇത് ആഡ് ചെയ്യാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ വെച്ചിട്ട് ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് കാണുന്ന മിക്കതും ഇതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കും. ഇത് നമ്മൾ പഴയ ഡോക്ടേഴ്സിനെ നോക്കുകയാണെങ്കിലും ഇപ്പൊ പഴയ ഗൈഡ് ലൈൻസ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഗ്ലിമിപ്രൈഡിന്റെ സംഭവം. നമുക്കിപ്പോ ഒരു പേഷ്യന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഗ്ലിമിപ്രൈഡ് കൊടുക്കില്ല. കാരണം കാലത്ത് ഹൈപ്പോഗ്ലൈസിയ വരും, വയസ്സായ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഇതാണ് പ്രിഫർ ചെയ്യാറുള്ളത്, SGLT2 ഇൻഹിബിറ്റേഴ്സും DPP4 ഇൻഹിബിറ്റേഴ്സും. ക്ലിയർ ആണോ? ഓക്കെ സർ, താങ്ക് യു. വേറെ എന്തെങ്കിലും നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണോ അതോ നമ്മളിനി ഇൻസുലിനിലേക്ക് കടക്കട്ടെ ഞാൻ? ഓക്കെ ഇപ്പൊ ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പൊ ഈ ക്ലാസിഫിക്കേഷനും ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, സൈഡ് എഫക്ട്സ് ഒക്കെ ഓക്കെ. സർ കുറച്ച് ഒരു ലെങ്തി ഡൗട്ട് ആയിപ്പോയി. ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സർ ഇപ്പൊ ഈ മെഡിസിൻസ് നമ്മൾ നേരത്തെ ഒരു കുട്ടി ചോദിച്ചതുപോലെ, അതായത് ഒരേ മെഡിസിൻസ്, അതായത് ക്ലാമിപ്രൈഡും പിന്നെ മെറ്റ്ഫോമിനും എല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇത് നമ്മൾ ഡിപ്പെൻസ് ഓൺ ബ്ലഡ് ടെസ്റ്റിന് വെച്ചിട്ടാണോ ഇത് അനലൈസ് ചെയ്ത് കൊടുക്കുന്നത്, അതോ ഈ മെഡിസിൻസ് ഓരോന്ന് നോക്കിയിട്ട് അതിനുശേഷം വരുന്ന ഷുഗർ വാല്യൂസ് നോക്കിയിട്ടായിരിക്കും? എന്തായിരിക്കും അതിന്റെ ഒരു ഇപ്പോഴത്തെ ക്ലിനിക്കൽ പ്രാക്ടീസ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ FBS നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം, പിറ്റേ ദിവസത്തെ ഫുഡ് അനുസരിച്ചിട്ട് ഓൾട്ടർ ചെയ്യാം. പ്രോസ്പാൻഡിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു ടെസ്റ്റ് ആണ് HbA1c, അല്ലെ? കാരണം HbA1c ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ബ്ലഡില് HbA1c എന്താന്ന് ഞാൻ ഒന്ന് പറയാം. ഇത് നമ്മുടെ ബ്ലഡ് വെസൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ RBC ഉണ്ടല്ലോ, RBCയുടെ മേലെ ഈ ഗ്ലൂക്കോസ് ഒട്ടിപ്പിടിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിന്റെ മേലെ ഒട്ടിപ്പിടിക്കാൻ, എന്നിട്ട് അവസാനം AG എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, ഒരു ബോംബ് മാതിരി എന്ന് പറഞ്ഞു. ഈ RBCയുടെ മേലെ ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അതിനാണ് നമ്മൾ വിളിക്കുക ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. അതാണ് ഈ HbA1c. ഈ HbA1c എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മാസത്തെ ഷുഗർ ആണ് മെഷർമെന്റ് വരുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ RBCയുടെ ലൈഫ് സ്പാൻ ഇസ് 90 days, 3 months. അപ്പൊ ഒരു RBCയുടെ മേലെ ഒട്ടിപ്പിടിച്ച ഷുഗറിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് മാറ്റാൻ പറ്റില്ല. HbA1cയുടെ നോർമൽ വാല്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 5.6. ഇതാണ് നമുക്കൊരു ഷുഗർ ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുക. ഞാൻ പറയുകയാണെങ്കിൽ പേഷ്യന്റ് നമുക്ക് മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പേഷ്യന്റിന് 7.8 ആയിരുന്നു. നമ്മൾ ശരിക്കും 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 7.6 എങ്കിലും അല്ലെങ്കിൽ 7.4 എങ്കിലും ആവണം. പക്ഷെ ഇത്രയും കുറവ് വരുന്നില്ല. അതോ പേഷ്യന്റ് ഇതിലും കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡ്രഗ് ആഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഷുഗറിന്റെ മാനേജ്മെന്റ് ഇറ്റ് ഇസ് ബെസ്റ്റ് ടു ഡു വിത്ത് HbA1c ലെവൽ. എപ്പോഴും HbA1c കുറച്ച് കോസ്റ്റ്ലി ടെസ്റ്റ് ആണ്, പക്ഷെ എന്നാലും ഇതിന് നമുക്ക് പറ്റിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ സാർ നമ്മളിപ്പോ അതായത് ഇപ്പം ഷുഗർ ഇല്ലാത്ത ഒരു പേഷ്യന്റ് ആണ്, ഡയബറ്റിക് അല്ല, നോൺ ഡയബറ്റിക് അല്ലാത്ത ഒരു പേഷ്യന്റിന് അവർക്ക് നമ്മൾ ബെറ്റർ ഏതായിരിക്കും? ഞാൻ ടോപ്പിക്ക് വിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ട്. ഓക്കെ, അല്ല നോൺ ഡയബറ്റിക് പേഷ്യന്റിന് എന്തിനാണ് നമ്മൾ ഡയബറ്റിക് ഡ്രഗ് കൊടുക്കുന്നത്? PCODക്ക് കൊടുക്കുമ്പോൾ PCODക്ക് മെറ്റ്ഫോമിൻ മാത്രമാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള ഡ്രഗ്സ് ഇൻഡിക്കേറ്റഡ് അല്ല. അല്ല, എന്റെ ഡൗട്ട് എന്ന് വെച്ചാൽ സാർ, നമ്മളിപ്പം ഒരു ഡയബറ്റിസ് ഇല്ലാത്ത ഒരു പേഷ്യന്റിന് ബെസ്റ്റ് ചോയ്സ് ഏതായിരിക്കും? HbA1c ചെയ്യുന്നതായിരിക്കും അതോ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കുന്നതായിരിക്കുമോ എന്നുള്ള ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് വിൽ ബി HbA1c തന്നെ ആയിരിക്കും അല്ലേ? കാരണം നമുക്ക് ഡയബറ്റീസ് ഉണ്ടോന്ന് അറിയാം. ഇപ്പൊ നമ്മൾ 30-35 ആയെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് യങ് ഏജിൽ ഡയബറ്റീസ് വരാം. അപ്പൊ ഇതിൽ 5.6 എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻസുലിൻ 5.6 5.8 ആയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു 28 അല്ലെങ്കിൽ 35 ഇയേഴ്സിൽ ഒരു 6 മേലെ വന്നു കഴിഞ്ഞാൽ ആളൊരു പ്രീ ഡയബറ്റിക് ഒരു എക്സസൈസിലൊക്കെ കൺട്രോൾ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ FBS ചിലപ്പോൾ നമുക്ക് 120 ഉണ്ടാവുള്ളൂ. കാരണം ആള് എന്താ പറയാ, ആള് നല്ല ഫാസ്റ്റിംഗിലായിരിക്കും, രാത്രി അത്രയും കഴിച്ചിട്ടുണ്ടാവില്ല. അത് ഓൾട്ടർ ചെയ്യാൻ, പക്ഷെ ഇത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും നോക്കുമ്പോൾ നമുക്കിപ്പോ ആർക്കെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഓൾവേസ് ചൂസ് HbA1c. അല്ല, ഞാൻ ഒരാൾക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോ എനിക്ക് തിരിച്ച് FBS നോക്കിയാൽ പോരെ എന്നൊരു ഇത് വന്നു. അപ്പൊ ഞാനും ഒന്ന് കൺഫ്യൂസ്ഡ് ആയതാണ്. നമ്മളും വിചാരിക്കും എപ്പോഴും നമ്മൾ പൈസ കുറവ്, നമ്മളിപ്പോ അതന്നെ നോക്കും, എന്ത് കൊടുക്കുകയാണെങ്കിലും പൈസ കുറവുള്ള സംഭവമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് എന്താണ്? ഇപ്പൊ നമ്മൾ ചിലപ്പോൾ മിസ്സായി പോയാലോ, പക്ഷെ ഇതിൽ നമുക്ക് മിസ്സായി പോകത്തില്ല. അവർക്ക് നല്ലതിന് വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. ഹലോ സാർ, നമ്മള് ഭക്ഷണത്തിന് മുന്നേ കൊടുക്കണമെന്നുണ്ടോ? ഓക്കെ, എല്ലാ ഡയബറ്റിസ് ഡ്രഗ്സും
എല്ലാ ഡയബറ്റിക് ഡ്രഗും നമുക്ക് ഫുഡിന് ശേഷം കൊടുക്കാം, പക്ഷെ ബെസ്റ്റ് ടു ഗീവ് 30 minutes ബിഫോർ ഫുഡ് എന്നാണ് പറയുക. Okay, thanks. ഓക്കെ ഓക്കെ സർ. Okay, sir. ഓക്കെ. Sir, ഈ ഇപ്പൊ ഞാൻ ഡയറ്ററി മാനേജ്മെന്റ് എക്സസൈസും മതിയായിരിക്കും സർ? അതെ നമ്മളിപ്പോ പ്രീ ഡയബറ്റിസിൽ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആക്ച്വലി ബെസ്റ്റ് ടൈമാണ്. കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും എക്സസൈസിന് നമ്മൾ വിടാറുള്ളതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് വെസലിലേക്ക് ഓക്സിജൻ നമ്മുടെ എല്ലാ സെൽസും ക്രേവ് ചെയ്യുക. ഓക്സിജൻ വേണം എല്ലായിടത്തേക്കും. ഓക്സിജൻ ബ്ലഡ് ആണ് കൊണ്ടുവന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂടും, എക്സസൈസ് കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഇതിന്റെ ഗ്ലൂക്കോസ് ക്രേവിങ്ങും കൂടും, സെൽസിന്റെ ഗ്ലൂക്കോസ് ക്രേവിങ്ങും കൂടും. അപ്പോൾ എന്ത് ചെയ്യും, തന്നെ ഈ ഗ്ലൂട്ടീൻ സെൻസിറ്റീവ് ആയ സാധനം തുറക്കും, ഓപ്പൺ ആവും, ഓട്ടോമാറ്റിക്കലി തുറക്കും. നമ്മുടെ ബോഡി തന്നെ ഫോഴ്സ് ചെയ്യും. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അതാണ് എക്സസൈസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡയബറ്റിക് പേഷ്യന്റ്. അതേമാതിരി തന്നെ ഹൈ പ്രോട്ടീൻ ഇൻടേക്ക്. നമ്മൾ ഇന്ത്യൻ ഡയറ്റിൽ നമ്മളിപ്പോ നോക്കുമ്പോൾ നമ്മളിപ്പോ ഒരാള് ഇന്ത്യൻ നമ്മുടെ ഡാറ്റ പ്രകാരം 0.8 gram per kg. ഇപ്പൊ നമ്മുടെ ഒരു വെയിറ്റ് ഒരു 80 കിലോ ആണെങ്കിൽ നമ്മൾ 72 gram പ്രോട്ടീൻ കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 72 gram പ്രോട്ടീൻ ഒന്നും എത്തില്ല. അതാണ് സത്യാവസ്ഥ. ഈ ബ്രൗൺ റൈസ് പോലെ തന്നെ ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ സർ, അത് എന്തെങ്കിലും ഉണ്ടോ സർ? ഡയബറ്റിസ് കുറയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ ബ്രൗൺ ഷുഗറിനെ പറ്റിയിട്ട് എനിക്കിപ്പോ അറിഞ്ഞൂടാ. അതിന്റെ ആഡഡ് കളേഴ്സ് ആണോ, കുറച്ച് ടേസ്റ്റ് വ്യത്യാസമാണോ, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഞാനും കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അതിന് നമ്മളിപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സും സാധാ ഷുഗറിന്റെയും ഗ്ലൈസിമിക് ഇൻഡെക്സും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഏതിനാണോ കുറവ് അത് പ്രിഫർ ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഞാൻ ഈ ടോപ്പിക് കുറച്ച് ഡീറ്റെയിൽ കുറച്ച് കൂടുതലായി പറഞ്ഞു പോയി, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ്. ഞാൻ ഇനി ഇൻസുലിനിലേക്ക് കടന്നോട്ടെ. സാറേ, Yes, sir, definitely. പൊട്ടാസ്യം റിലീസ് ആകുന്ന കാര്യം പറഞ്ഞു, അതോടെ ഒന്ന് പറയൂ, ഒന്നുകൂടെ ഒന്ന് പറയുമോ? ഓക്കെ, ഷുവർ. ഇപ്പൊ ഇതെന്ന് വെച്ച് ഇപ്പൊ ഞാൻ ഈ ഡയഗ്രാം എന്താണ്, ഇത് ബീറ്റ സെൽസ് ആണ് ഞാൻ വരച്ചത്. ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ഇപ്പൊ ഈ ബീറ്റ സെൽസ് യൂഷ്വലി ഇവിടെ ഒരു ചാനൽ ഇരിക്കുന്നത്, അതിനാണ് പൊട്ടാസ്യം ATP ചാനൽ എന്നുള്ളത്. ഇത് തുറന്നിട്ടാണ് ഇരിക്കുന്നത്. ഈ തുറന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും, പൊട്ടാസ്യം യൂഷ്വലി എസ്കേപ്പ് ആയതുകൊണ്ട് പുറത്തേക്ക് പോകും. പക്ഷെ എപ്പോഴെങ്കിലും ഈ പൊട്ടാസ്യം ചാനൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ അളവ് ഉള്ളിലേക്ക് കൂടും. ഈ പൊട്ടാസ്യത്തിന്റെ അളവ് ഉള്ളിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ അളവ് ഉള്ളിൽ കൂടും. കാരണം ഈ പൊട്ടാസ്യം കൂടുമ്പോൾ കാൽഷ്യത്തിന് ഉള്ളിലേക്ക് വലിക്കും. അപ്പൊ ഈ കാൽഷ്യം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെസ്സഞ്ചർ ആണ്. ഇത് പോയിട്ട് നമ്മുടെ ഇൻസുലിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇൻസുലിൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഇൻസുലിനെ പുറത്തേക്ക് വിടും. മനസ്സിലായോ? അപ്പൊ പൊട്ടാസ്യം ATP ചാനൽ ബ്ലോക്കേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? പൊട്ടാസ്യം ATP ചാനൽ ബ്ലോക്കർ. ഓക്കെ സാർ, മനസ്സിലായി സാർ. പൊട്ടാസ്യം ATP ചാനൽ ബ്ലോക്കർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഞാനിപ്പോ അടുത്ത് പറയാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഇൻസുലിൻ. അപ്പൊ നമുക്ക് ഇനി അവസാനം നമ്മുടെ ബീറ്റ സെൽസ് ഒക്കെ എക്സോസ്റ്റഡ് ആയി. ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് കാരണം ഒരു പേഷ്യന്റ് കുറെ നാളായി, 10 വർഷം 20 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ബീറ്റ സെൽസ് ഒക്കെ അടിച്ചു പോയി. കുറച്ച് ബീറ്റ സെൽസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ കുറച്ച് ഇൻസുലിൻ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മുടെ സാധാരണ മരുന്നും നമ്മുടെ മെറ്റ്ഫോമിനും നമ്മുടെ മറ്റേ ഗ്ലിമിപ്രൈഡും എല്ലാം കഴിച്ചിട്ടും HbA1c എന്ന് പറയുന്ന സംഭവം കുറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ പ്രിഫർ ചെയ്യുക. പക്ഷെ ഇൻസുലിനെ പറ്റി പറയണേക്കാട്ടും മുന്നേ ഇപ്പൊ ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ട് മോർ ദാൻ 100 years ആയി. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ആക്ച്വലി ബാന്റിങ് എന്ന് പറഞ്ഞൊരു സർജൻ ഉണ്ടായിരുന്നു. ഈ സർജന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ആളുടെ പേരാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഈ ബെസ്റ്റ് ആള് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഡോഗിന്റെയോ പിഗിന്റെയോ പാൻക്രിയാസിന്റെ ഉള്ളിൽ നിന്ന് ഒരു മോളിക്യൂള്, ഒരു എൻസൈം, ഒരു മോളിക്യൂൾ ഐസൊലേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ബെസ്റ്റ് എന്ത് ചെയ്തു?
ഇതെടുത്തിട്ട് ഒരു ഡയബറ്റിസ്, അതായത് ഹൈ ഷുഗർ ലെവലുള്ള ഒരു ഡോഗിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. ഇഞ്ചെക്ട് ചെയ്തപ്പോൾ എന്ത് കണ്ടു? ഡോഗിന്റെ ബ്ലഡ് ഷുഗർ കുറയുന്നതായി കണ്ടു. ഇത് ഐസൊലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഷുഗർ കണ്ടുപിടിക്കുന്ന ആളാണ് ബെസ്റ്റ്. പിന്നെ അത് ബാൻഡിങ് എന്ന് പറഞ്ഞ ആളുടെ അടിയിലാണെന്ന് വർക്ക് ചെയ്യണ്ടായിരുന്നു. ഈ ബാൻഡിങ് എന്ന് പറഞ്ഞ ആള് ഇത് മെക്ലിയോഡ് എന്ന് പറഞ്ഞ ഒരാളുടെ ലാബിലായിരുന്നു ഇത് ചെയ്യണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോ നോബൽ പ്രൈസ് കിട്ടിയായിരുന്നു. നോബൽ പ്രൈസ് കിട്ടിയത് ഈ മെക്ലിയോഡിനും ബാൻഡിങ്ങിനുമാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് അവിടെ മെൻഷൻഡേ അല്ലായിരുന്നു. ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം കണ്ടിച്ചിട്ട് ആളുടെ പേര് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ കുറെ കോൺട്രവേഴ്സി വന്നപ്പോഴാണ് ബെസ്റ്റ് ആണ് കണ്ടുപിടിച്ചതെന്ന്, ബെസ്റ്റിനും വലിയൊരു റോൾ ഉണ്ട് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. പക്ഷെ നോബൽ പ്രൈസ് വന്നാലും ബെസ്റ്റിന് കിട്ടിയിട്ടില്ല. ഇതാണ് ഒരു ഇൻസുലിനെ പറ്റിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഉള്ളത്. പക്ഷെ ആര് കണ്ടുപിടിച്ചാലും എന്ത് കണ്ടുപിടിച്ചാലും ഇപ്പോഴത്തെ കാലത്ത് വളരെ ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഇൻസുലിൻ. അപ്പൊ നമുക്ക് ഇൻസുലിനെ പറ്റിയിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിലേക്ക് പോവാം. നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ചില ഹോർമോൺസിന് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ കഴിവുണ്ട്, ചില ഹോർമോൺസിന് ബ്ലഡ് ഷുഗർ കൂട്ടാൻ കഴിവുണ്ട്. ഈ ബ്ലഡ് ഷുഗർ കൂട്ടാൻ കഴിവുള്ള കുറച്ച് ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ, അങ്ങനെ കുറച്ച് അഡ്രിനാലിൻ, അങ്ങനെ കുറച്ച് ഹോർമോൺസ്. പക്ഷെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനുള്ള മെയിൻ ഹോർമോൺ ആകെ ഇൻസുലിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻസുലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇൻസുലിൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻസുലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻസുലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കറിയാം, ഇൻസുലിൻ പോയിട്ട് ഈ ഗ്ലൂട്ടിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ് ഗ്ലൂട്ടിന് തുറക്കുന്നത്. അപ്പൊ അതിനെന്താ വിളിക്കുക നമ്മൾ? ഇൻസുലിൻ ഇൻക്രീസസ് പെരിഫറൽ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്, അല്ലെ? ഇൻസുലിൻ പെരിഫറൽ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് നടത്തും. പിന്നെ ഇൻസുലിൻ ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് ലിവറിന്റെ ഉള്ളിൽ, ഇപ്പൊ ലിവർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിന്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ഗ്ലൈക്കോജീനോലൈസിസ്, അതായത് ഗ്ലൈക്കോജനെ പൊട്ടിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രവൃത്തിനെ ഇല്ലാണ്ടാക്കും. ഗ്ലൈക്കോജിനെ ലൈസിസ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇറ്റ് ഇൻഹിബിറ്റ്സ് ഗ്ലൈക്കോജീനോലൈസിസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ഒരു രണ്ട് മെക്കാനിസമെങ്കിലും പഠിക്കും. ഇറ്റ് ഇൻക്രീസസ് പെരിഫറൽ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിനെ ബാക്കിയുള്ള സെറ്റിലേക്ക് ഇടിപ്പിക്കും. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോജനെ പൊട്ടിച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഈ രണ്ട് പ്രോസസ്സിലും എന്തുണ്ടായി? ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒരു ഇൻസുലിൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ആനബോളിക് ഹോർമോണാണ്. ആനബോളിക് ഹോർമോൺ ഇതൊരു നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി പ്രോട്ടീൻ സിന്തസിസ് കൂട്ടും. തൽക്കാലം ഇത് രണ്ടും മാത്രം അറിഞ്ഞാൽ ഇൻക്രീസസ് പെരിഫറൽ യൂട്ടിലൈസേഷൻ, ഡിക്രീസസ് ഗ്ലൈക്കോജീനോലൈസിസ്. അപ്പൊ ഇൻസുലിൻ കൊടുത്താലാണ് നമുക്ക് എന്തുണ്ടാവുക? ഇത് കുറയുക. എന്ത് കുറയുക? നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. കാരണം സെല്ലെല്ലാതും ഓപ്പൺ ചെയ്ത് ഗ്ലൂക്കോസിനെ സ്വീകരിക്കും, അല്ലെ? അത്രയും നമ്മൾ പഠിച്ചില്ലേ? പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇൻസുലിന്റെ പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ ആദ്യം പണ്ടൊരു 20-30 വർഷം മുന്നേ നമ്മൾക്ക് ആദ്യം ഉണ്ടാകുന്നത് പോർക്കിൽ നിന്ന് എടുക്കണ്ടായിരുന്നു. അതിനെയാണ് പോർസൈൻ ഇൻസുലിൻ എന്ന് വിളിക്കുക. പിന്നെ ബീഫിൽ നിന്ന് എടുക്കണ്ടായിരുന്നു. അതിനെയാണ് ബോവൈൻ ഇൻസുലിൻ എന്ന് വിളിക്കുക. ഇപ്പോഴത്തെ നമുക്ക് ഇതൊക്കെ എന്താ ഉണ്ടാവുക? നമുക്ക് വേറൊരു അനിമലിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത സാധനം നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റീകോംബിനന്റ് DNA ടെക്നോളജി. അതായത് നമ്മുടെ ഇൻസുലിനെ കോഡ് ചെയ്യുന്ന DNA അതെടുത്തിട്ട് അത് നമ്മൾ ബാക്ടീരിയയിൽ എടുത്തിട്ട് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ബാക്ടീരിയനോട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചിട്ട് സെയിം ഇൻസുലിൻ, ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പൊ ഇതിനെന്താ വിളിക്കുക? റീകോംബിനന്റ് ഹ്യൂമൻ ഇൻസുലിൻ. ഇതാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന സാധനം. ബാക്കിയൊന്നും ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീകോംബിനന്റ് ഹ്യൂമൻ ഇൻസുലിൻ. മനസ്സിലായോ? അപ്പൊ നമ്മൾക്ക് ഇൻസുലിനെ നമുക്ക് ആക്ച്വലി ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻസുലിൻ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. ഇൻസുലിന്റെ നമുക്ക് ഇൻസുലിന്റെ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഒരു ഫസ്റ്റ് ക്ലാസ് ഓഫ് ഇൻസുലിൻ ആണ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ. പിന്നെ വരുന്നതാണ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ. പിന്നെ വരുന്നതാണ്
ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ. പിന്നെ വരുന്ന ഇൻസുലിൻ ആണ് ലോങ് ആക്ടിങ് ഇൻസുലിൻ. ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? ഈ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിന്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലിസ്പ്രോ, ഇൻസുലിൻ ലിസ്പ്രോ, ഇൻസുലിൻ എസ്പാർട്ട്, ഇൻസുലിൻ ലിസ്പ്രോ ആൻഡ് ഇൻസുലിൻ എസ്പാർട്ട്. ഈ ഷോർട്ട് ആക്ടിങ്ങിൽ വരുന്നതാണ് റെഗുലർ ഇൻസുലിൻ. റെഗുലർ ഇൻസുലിൻ. ഇന്റർമീഡിയറ്റ് ആക്ഷനിൽ വരുന്നതാണ് NPH. NPHന്റെ പേരാണ് ന്യൂട്രൽ പ്രോട്ടാമിൻ ഏജ് ഹോൺ. NPH എന്ന് പഠിച്ചാൽ മതി കേട്ടോ, NPH. പിന്നെ ലോങ് ആക്ടിങ്ങിൽ വരുന്നതാണ് ന്യൂട്രൽ പ്രോട്ടാമിൻ ഏജ് ഹോൺ, HAGEHOR. ക്ലിയർ ആണോ? യെസ് സർ. സ്ക്രീൻ ഒന്ന് താഴോട്ടാക്കാവോ സാറേ? ഇങ്ങനെയാണോ? ആ ഓക്കെ, താങ്ക് യു. ഇതിന്റെ സ്പെല്ലിങ് HAGEDORN കേട്ടോ, ന്യൂട്രൽ പ്രോട്ടാമിൻ ഏജ് ഹോൺ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ലോങ് ആക്ടിങ്. ലോങ് ആക്ടിങ്ങിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻസുലിൻ ഗ്ലാർജിൻ, ഇൻസുലിൻ ഡെറ്റമർ, പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടോ അൾട്രാലെൻറ്റെ, ഡെഗ്ലൂടെക്. പെനിൻസുലിൻ ആണോ സർ? എന്താണ്? പെനിൻസുലിൻ ആണോ? പെന്നിൽ നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ മിക്സ് ചാർട്ടിന്റെ കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്, അല്ല പെന്നിൽ വരുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ നമ്മളിനി ഇനി ഇതിന്റെ എത്ര ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമുക്ക് പഠിക്കണം. അപ്പൊ ഈ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക? ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ് പഠിക്കുന്നത്. നമ്മൾ 3 to 4 hours, അറ്റ്ലീസ്റ്റ് 3 hours പഠിക്കും. 3 hours ആണ് ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നിൽക്കുക. ഇനി ഷോർട്ട് ആക്ടിങ്ങിന്റെ ഡ്യൂറേഷൻ പഠിക്കണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യും. 6 hours, 6 to 8 hours എന്നാണ് പറയുന്നത്, ബട്ട് അറ്റ്ലീസ്റ്റ് 6 hours പഠിക്കും. ഇനി നമുക്ക് ഇന്റർമീഡിയറ്റ് 12 to 24, 12 to 16 ആണ് പറയുന്നത്. നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 12 hours. പിന്നെ ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 hours. മനസ്സിലായി? അപ്പൊ റാപ്പിഡ് ആക്ടിങ് 3 hours, ഷോർട്ട് ആക്ടിങ് റെഗുലർ ഇൻസുലിൻ 6 hours, ഇന്റർമീഡിയറ്റ് ആക്ടിങ് 12 hours ആൻഡ് ലോങ് ആക്ടിങ് 24 hours. ഇത്രയും മനസ്സിലായോ? ഇതിലെ എല്ലാ ഇൻസുലിനും സബ്ക്യൂട്ടേനിയസ് റൂട്ടാണ് കൊടുക്കേണ്ടത്, എക്സെപ്റ്റ് ഷോർട്ട് ആക്ടിങ്. അതായത് ഈ റെഗുലർ ഇൻസുലിൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് സബ്ക്യൂട്ടേനിയസിയും കൊടുക്കാൻ പറ്റും, നമുക്ക് IV ആയിട്ട് കൊടുക്കാനും പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയെല്ലാം സബ്ക്യൂട്ടേനിയസിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇത്രയും ക്ലിയർ ആണോ? അതെ സർ. പിന്നെ ഇൻസുലിൻ പെന്നിലുണ്ടല്ലോ, ഇൻസുലിൻ പെന്നില് നമുക്ക് ആക്ച്വലി പല സാധനം നമുക്ക് വേണമെങ്കിൽ ലിസ്പ്രോന്റെ പെന്ന് കിട്ടും, അസ്പാർട്ടിന്റെ പെന്ന് കിട്ടും, ഗ്ലാർജിന്റെ കിട്ടും, പല ടൈപ്പിന്റെയും പെന്ന് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ഒരു കണ്ടുപിടിച്ചൊരു ഇൻസുലിൻ ഉണ്ട്, അതാണ് ഇൻഹലേഷണൽ ഇൻസുലിൻ. ഇൻഹലേഷൻ നമുക്കിപ്പോ നമ്മുടെ ഇത് എടുക്കൂലേ, നമ്മള് ബ്രോങ്കിലാസ്മിക്കൊക്കെ നമ്മള് ഇത് യൂസ് ചെയ്യില്ലേ, ഇൻഹേലർ MDA എടുക്കുന്ന മതി. ഇൻഹേലർ. അപ്പൊ ഇൻഹലേഷണൽ റൂട്ടിൽ ഒരു ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അഫ്രീസ എന്ന് പറഞ്ഞ ഇൻസുലിൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ പൾമനറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്രയും യൂസ്ഫുൾ ഇപ്പൊ യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, അഫ്രീസ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പോ ഇതിൽ ഇൻസുലിന്റെ യൂസസ് എന്തൊക്കെയാ?
ഒന്ന് ഡയബറ്റീസിൽ കൊടുക്കാം, ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 2 കൊടുക്കാം. പിന്നെ ടൈപ്പ് 1 ഡയബറ്റിസ്. ടൈപ്പ് 1 ഡയബറ്റിസ് എന്താണ്? ഇൻസുലിന്റെ ചാർട്ട് ഒന്ന് കാണിക്കാവോ? ഒന്ന് താത്താവോ? ഓക്കെ ഓക്കെ. അഫ്രീസ, AFREZZA. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ആ ചോദിച്ചോളൂ. ഈ ലാൻഡസും NPH-ഉം ഒരുമിച്ച് കൊടുത്ത് ഉള്ള പോലെ ഒന്ന് തോന്നുന്നു ഏതൊരു സമയത്ത്. അങ്ങനെ ഒരു ഡോക്ടർ പറയാറില്ല 2 സീസൺ. അത് നമുക്ക് കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻസുലിൻ നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇൻസുലിന് കുറെ റെജിമെന്റ്സ് ഉണ്ട് അല്ലെ, കുറെ റെജിമെന്റ്സ് ഉണ്ട്. ഈ ലാൻഡസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരില്ല, അത് ഏത് ഇൻസുലിൻ ആണെന്ന് പറയാമോ? ലാൻഡസിന്റെ ഉള്ളില് ലോങ് ആക്ടിംഗ് ആണോ, ഗ്ലാർജിൻ ആണോ? ഗ്ലാർജിൻ ആണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ആ റെജിമെൻ ഒന്ന് ഞാൻ ഇപ്പൊ പറയാം. റെജിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഇപ്പോ ലോങ് ആക്ടിങ് ആണെങ്കിൽ നമുക്ക് ട്വൈസ് ഡെയിലി കൊടുത്താൽ മതി. കാലത്ത് ഒരെണ്ണം കൊടുക്കാം, രാത്രി ഒരെണ്ണം കൊടുക്കാം അല്ലെ, ട്വൈസ് ഡെയിലി കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഇനിയും കൺട്രോൾ വേണമെങ്കിൽ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നൊരു പ്രീ പ്രാൻഡിയൽ കൺട്രോൾ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇടയിൽ ഷോർട്ട് ആക്ടിങ് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ റെജിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആക്ച്വൽ റെജിമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 70/30, ഇപ്പൊ 70 NPH-ഉം പിന്നെ 30 റെഗുലറും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൊടുക്കാറില്ലേ. പിന്നെ റിവേഴ്സ് റെജിമെൻ എന്ന് പറഞ്ഞ സംഭവം, ഇത് ഓൾട്ടർ ചെയ്തും കൊടുക്കാൻ പറ്റും. ഡിപ്പെൻഡ് അപ്പോൺ ദ പേഷ്യന്റ് ആണത്. ഈ ഷോർട്ട് ഇപ്പൊ ഈ എന്താ പറയാ, നമ്മുടെ ലോങ് ആക്ടിങ് കൊടുക്കുമ്പോൾ ട്വൈസ് ഡെയിലി കൊടുത്താൽ മതി. പക്ഷെ ഇടയിൽ നമുക്ക് കുറച്ച് കൺട്രോളിന് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ 3 times ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് പറയൂലേ, 6 വാല്യൂസ് കൊടുക്കുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് അതിൽ നമുക്ക് അത്രയും ആഡ്ക്വേറ്റ് കൺട്രോൾ കിട്ടുന്നില്ല. എസ്പെഷ്യലി ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യൻസിനൊക്കെ നമ്മൾ ഇടയ്ക്ക് ഷോർട്ട് ആക്ടിങ് കൊടുക്കാറുണ്ട് അക്കോർഡിംഗ് ടു ദ കൺട്രോൾ അല്ലേ. ഓക്കെ, സോ ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ ടൈപ്പ് 1 ഡയബറ്റീസ്, ഇപ്പൊ നമുക്ക് ചിലപ്പോൾ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് 10-15 വയസ്സായ കുട്ടികൾക്ക് ഡയബറ്റീസ് എന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ, അത് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ചെന്നിട്ട് ബീറ്റാ സെൽസിനെ ഡാമേജ് ചെയ്യുക. ഈ ചെറിയ കുട്ടികൾക്ക് ഇൻസുലിന്റെ കുറവുണ്ടാവും. ഇതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് വിളിക്കുന്നത്. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെല്ലിറ്റസിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇൻസുലിൻ ഡെലിവറി സിസ്റ്റം പല ഡെലിവറി സിസ്റ്റം ഉണ്ട്, പെൻ ഉണ്ട്, നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസ് മെല്ലിറ്റസിലെ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഇൻസുലിൻ പമ്പ്. ഇൻസുലിൻ പമ്പ് ഭയങ്കര കോസ്റ്റ്ലി ഡിവൈസ് ആണ്. ഇൻസുലിൻ പമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് ഗ്ലൂക്കോസിന്റെ വാല്യൂ എടുക്കും, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇൻസുലിൻ കൊടുക്കും. ഇത് ഈ ഇൻസുലിൻ പമ്പ് എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പാൻക്രിയാസുമായിട്ടാണ് അല്ലെ. ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഇതൊരു ലൈഫ് സേവിങ് ഡിവൈസ് ആണ്. കാരണം ഈ കുട്ടികൾക്ക് ഇൻസുലിൻ കറക്റ്റ് ഗ്ലൂക്കോസ് കറക്റ്റ് കൺട്രോൾ ആയില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ഇങ്ങനെ കുറെ അസുഖങ്ങൾ വരാം. അതുവരെ ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ ചെറു പ്രായത്തിലേ വരാം. അപ്പൊ ഏറ്റവും കൂടുതൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്, ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പമ്പ് കൊടുക്കുകയാണ്. അത് മെയിൻ്റനൻസും കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ നമ്മൾ ഇൻസുലിൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻസുലിൻ ഇഞ്ചക്ഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഹൈപ്പോഗ്ലൈസീമിയ ശ്രദ്ധിക്കണം. അത് കൂടാതെ ഹൈപ്പോഗ്ലൈസീമിയ ശ്രദ്ധിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ലൈപ്പോഡിസ്ട്രോഫി. ലൈപ്പോഡിസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഇല്ലാതെ ഡിസ്ട്രോയ് ചെയ്യും. അതിനാണ് ലൈപ്പോഡിസ്ട്രോഫി എന്ന് വിളിക്കുന്നത്. ലൈപ്പോഡിസ്ട്രോഫി വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓൾട്ടറേഷൻ ഓഫ് സൈറ്റ് ചെയ്യണം. ഓൾട്ടറേഷൻ ഓഫ് സൈറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇൻസുലിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ ഉള്ള സാധനങ്ങൾ. ഓക്കെ, ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഫുഡ് 30 minutes അങ്ങനെയാണോ? ഇൻസുലിൻ ബിഫോർ ഫുഡ് അല്ലേ കൊടുക്കുക? 30 minutes ബിഫോർ ഫുഡ് അല്ലേ കൊടുക്കുക? എല്ലാ ടൈപ്പിലും
ഗ്ലാർജിൻ നമ്മൾ ആഫ്റ്റർ ഡിന്നർ. അതൊരു ഫിക്സഡ് ടൈം അല്ലേ സാറ് ലാൻഡസിന് വേണ്ടിയിട്ടുള്ളത്? ഓക്കെ, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് 30 minutes ബിഫോർ ആണെന്നാണ്. പക്ഷെ ഈ ലോങ് ആക്ടിങ്ങിന് അങ്ങനെ ഇത്ര വ്യത്യാസം വരാറില്ല. ഇപ്പോ മാം പറഞ്ഞ മാതിരി തന്നെ ആഫ്റ്റർ ഫുഡ് കൊടുത്താൽ അത്ര ചേഞ്ചസ് വരാറില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല. എക്സ്ക്യൂസ് മീ സർ, സാർ ഈ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കാണ്ട് സ്പെഷ്യലി ഇൻസുലിൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ ഇൻസുലിൻ പമ്പിൽ കൂടെ അതായത് റാപ്പിഡ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ് അങ്ങനെ സ്പെഷ്യൽ ഇൻസുലിൻ വല്ലതും ഉണ്ടോ ഇൻസുലിൻ പമ്പിൽ കൂടെ കൊടുക്കുന്നതിന്? അത് ഏത് ഇൻസുലിൻ കൊടുക്കാവോ? ഓക്കെ, ആക്ച്വലി നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഏത് ഇൻസുലിൻ ആണെന്ന്. ഞാൻ ആക്ച്വലി എനിക്ക് അത്ര നോളജ് ഇല്ല അതിനെ പറ്റിയിട്ട്. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. സാറേ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് സൈറ്റ് കൊടുക്കാനായിട്ട് സബ്ക്യൂട്ടേനിയസ് നമ്മൾ നോർമലി അഡിപ്പോസിലാണ് കൊടുക്കുന്നത്, അബ്ഡോമിനൽ ഫാറ്റിൽ. തൈയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അബ്ഡോമിനൽ മീൻസ് കണ്ടിന്യൂ യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് സൈറ്റ് ചേഞ്ച് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമ്മൾ കയ്യിലും എടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ആക്ച്വലി അബ്സോർപ്ഷൻ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കാറില്ലേ. ഇപ്പോ സാറ് പറഞ്ഞ മാതിരി ഏറ്റവും നല്ല ബെസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് അബ്ഡമൻ തന്നെയാണ്. കാരണം അത് നമ്മുടെ പാൻക്രിയാസിന് അടുത്താണല്ലോ. പിന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ് സൈറ്റ് ആണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അപ്പർ ആംസിലും തൈസിലും ബട്ടക്സിലും ഒക്കെ നമുക്ക് എടുക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് സൈറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്ഡമൻ തന്നെയാണ്. കാരണം അതിന്റെ അബ്സോർപ്ഷൻ സ്പീഡ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ്. പിന്നെ ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ അക്ട്രാപ്പിഡും ഗ്ലാർജിനും മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്, പോസ്റ്റ് മെഡിക്കൽ കേസും ഈവൻ സർജിക്കൽ കേസും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അക്ട്രാപ്പിഡ് ജസ്റ്റ് ബിഫോർ ഫുഡ് കൊടുത്തിട്ട് ഗ്ലാർജിൻ ഓൾവേസ് ആഫ്റ്റർ ഡിന്നർ ഒരു ബെഡ് ടൈമിലാണ് കൊടുക്കുന്നത് ഫോർ ഓവർനൈറ്റ് കവർ. സർ അത് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫിക്സഡ് ടൈം ആയിരിക്കും ഗ്ലാർജിൻ കൊടുക്കാൻ എടുക്കുന്നത്. ഇപ്പൊ ഒരു 10 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അത് 10 o'clock തന്നെ ആയിരിക്കും. ശരിയാണ്. ഞാനിപ്പോ ആലോചിക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്ത സംഭവത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ആക്ട്രാപ്പിഡ് ബിഫോറും ഇത് ആഫ്റ്റർ ആയിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത് സാർ, നമ്മുടെ മെറ്റ്ഫോർമിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ RBS ചെക്ക് ചെയ്താൽ ഈവൻ നോർമൽ ആയിരിക്കും. ഈവൻ ഓവർ ഹൈപ്പോഗ്ലൈസിമിയ ഇല്ലാത്ത സമയത്ത് നോർമൽ 5 മീൻസ് MMOൾ പറയുമ്പോൾ 5 അല്ലെങ്കിൽ ഒരു 4.8 ആണെങ്കിൽ നമ്മൾ റെഗുലർ ഡോസ് കൊടുക്കണമെന്നാണ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ഏത് 5.6 ആണെങ്കിലും മെറ്റ്ഫോർമിൻ, അതായത് 5 പേഷ്യന്റ് HbA1c 5.6 ആണെങ്കിൽ മെറ്റ്ഫോർമിൻ കൊടുക്കും. HbA1c അല്ല, RBS ഞാൻ പറഞ്ഞത്. മീൻസ് ഒരു 170 150 ലെസ് ആണെങ്കിൽ പോലും നമ്മൾ മെറ്റ്ഫോർമിൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്. അത് അപ്പൊ മെറ്റ്ഫോർമിൻ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കില്ല. മെറ്റ്ഫോർമിൻ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ ഡ്രഗിന് ഹൈപ്പോഗ്ലൈസീമിയ ഇല്ല. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് എന്തായിരുന്നു? ഇൻസുലിൻ സെക്രേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലേ. ഇൻസുലിൻ സെക്രേറ്റർ ബോക്സിൽ മാത്രമല്ല ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നത്. മെറ്റ്ഫോർമിനോ PPARഗാമിയോ SGLT2 ഇതൊന്നും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കില്ല. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഇൻസുലിൻ സെക്രേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സ് മാത്രമാണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നത്. അതായത് പൊട്ടാഷ്യം ATP ചാനൽ ബ്ലോക്കേഴ്സ് വരുന്നല്ലേ? പൊട്ടാഷ്യം ATP ചാനൽ ബ്ലോക്കേഴ്സും പിന്നെ DPP4 ഇൻഹിബിറ്റേഴ്സ്. ഈ ലോങ് ആക്ടിങ് ഇൻസുലിൻ 24 hours അല്ലേ സാർ പറഞ്ഞേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ റെഗുലർ ഷോർട്ട് ആക്ടിങ് ഇൻസുലിനും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഇല്ല, ഷോർട്ട് ആക്ടിങ് നമ്മൾ എപ്പോഴും RBS ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ആക്ടിങ് കൊടുക്കാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 hours കഴിഞ്ഞിട്ടും 2 hours കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഷോർട്ട് ആക്ടിങ്ങിന്റെ ഡ്യൂറേഷൻ എത്രയായിരുന്നു? അതിപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ പേഴ്സണലി ഒരാളെ എടുക്കുമ്പോ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് RBS ചെക്ക് ചെയ്യാം. പക്ഷെ പേഴ്സണലി ഒരാൾ വീട്ടിലിരുന്ന് എടുക്കുമ്പോ പേഴ്സണലി ഷോർട്ട് ആക്ടിങ് റെക്കമെൻഡബിൾ അല്ലല്ലോ. നമ്മൾ കൊടുത്തു വിടുമ്പോൾ നമ്മൾ മിക്സ്ഡ് ആയിട്ടല്ലേ കൊടുത്തു വിടാറില്ലേ? മിക്സ്ഡ് അല്ലെങ്കിൽ
ഞാനിപ്പോ ഗ്ലാഡ്ജിനാണ് എടുക്കുന്നത്. ഓക്കെ. ആ അപ്പൊ അതിന് എനിക്ക് ഗ്ലാഡ്ജിൻ കൺട്രോൾ ആവുന്നില്ല. ഓ, HbA1c സ്റ്റിൽ കൺട്രോൾ ഇറ്റ്സ് ലൈക്ക് ആവുന്നില്ല. ഓക്കെ ഓക്കെ. ടാബ്ലറ്റ്സ് ഏതൊക്കെ എടുക്കുന്നത്? മെറ്റ്ഫോർമിൻ എടുക്കുന്നുണ്ട്, ഓക്കെ ഡോപ്പാഗ്ലിഫ്ലോൻ എടുക്കുന്നുണ്ട്. ഓക്കെ. Still HbA1c 7.8 like 8. ഞാൻ റെഗുലർ ആയിട്ട് എവറി 3 months ചെക്ക് ചെയ്യുന്നുണ്ട് HbA1c. ഹലോ. യാ, ഇതിന്റെ കൂട്ടത്ത് വേറെ ഏതെങ്കിലും മെഡിസിൻ ആഡ് ചെയ്യാം? ഓൾറെഡി ഇറ്റ്സ് ഓവർലോഡഡ്, ഐ തിങ്ക് സോ. മെറ്റ്ഫോമിനും ഡാപ്പാഗ്ലിഫ്ലോസിനും എടുക്കുന്നുണ്ട് അല്ലെ? പിന്നെ അത് കൂടാതെ തന്നെ ഇൻസുലിൻ ഗ്ലാർജിനും എടുക്കുന്നുണ്ട്. എത്രയാണ് HbA1c എത്രയാണ്? 7.8 between 8. 7.8 between 8. കുഴപ്പമില്ലല്ലോ. ആക്ച്വലി ഇത്രയും മെഡിസിൻസ് എടുത്തിട്ട് എത്രയായിരുന്നു ഇതിന് മുന്നേ? എത്രയായിരുന്നു? 9. 9 ആയിരുന്നു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. കുറച്ച് സമയം കൂടി കുറഞ്ഞു വരും ഞാനിപ്പോ കേട്ടോ. ഇത് 15 years ആയിട്ട് എടുക്കുന്നുണ്ട്. 15 years ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും നമ്മളിപ്പോ ഒരു ജനറൽ ട്രൂത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും 5.6 ആക്കാൻ പറ്റൂല. ഓക്കെ. കാരണം നമുക്ക് നമ്മുടെ ഒരു പാൻക്രിയാസ് കൊടുക്കുന്ന ഇത്ര ഇൻസുലിൻ നമുക്ക് ഒരിക്കലും എടുക്കാനും പറ്റൂല. നമ്മുടെ സെൻസിറ്റിവിറ്റി ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും 15 years ആയിട്ടുള്ള ഒരാൾക്ക് ഇത്ര 7.6 എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഗുഡ് കൺട്രോൾ നമുക്ക് വിളിക്കാം. ഒരു ഗുഡ് കൺട്രോളിലായിട്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. ഞാനിനി അടുത്തൊരു ചെറിയൊരു ടോപ്പിക്കും കൂടെ എടുത്താലോ? ചെറിയ ടോപ്പിക് കൂടെ നമുക്കൊന്ന് കവർ ചെയ്താലോ? അതോ ലേറ്റ് ആയോ? Okay sir. Your battery is going low, 28% only. Yeah, sure. I didn't see that actually. I'll just plug in the charger. നമുക്ക് അടുത്ത ദിവസം എടുക്കാമോ? ഒത്തിരി ലേറ്റ് ആവോ? വേണമെങ്കിൽ ഞാനൊരു 10 minutes കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ജസ്റ്റ് ഒന്ന് ചേർക്കാം. ഓക്കെ, ജസ്റ്റ് 10 minutes ഞാൻ മാക്സിമം കവർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞ കുറച്ച് ഹോർമോൺസ് ഉണ്ട്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ക്ലിനിക്കൽ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കാന്ന് പറഞ്ഞത്. അത് നമുക്കറിയാം, നമ്മുടെ കിഡ്നിയുടെ മേലെ ഒരു ഗ്ലാൻഡ് ഉണ്ട് അല്ലെ? കിഡ്നിയുടെ മേലെ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെ? അഡ്രിനൽ ഗ്ലാൻഡിന് ഒരു കോർട്ടെക്സ് ഉണ്ട്, പിന്നെ ഒരു മെഡുല ഉണ്ട് അല്ലെ? ഈ അഡ്രിനൽ കോർട്ടെക്സ് സെക്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, പിന്നെ നമ്മുടെ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രോജൻസ്. പിന്നെ നമ്മുടെ ഈ മെഡുല സെക്രേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കേട്ടോ. അപ്പൊ ഇത് മൂന്നും സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഈ കോർട്ടെക്സ് സെക്രേറ്റ് ചെയ്യുന്ന എല്ലാം സ്റ്റിറോയിഡ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, മിനറലോകോർട്ടിക്കോയിഡ്സ്, ആൻഡ്രോജൻസ്, ഇതെല്ലാം സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. നമ്മുടെ ബോഡിയിൽ സ്റ്റിറോയിഡ് ഹോർമോൺസിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് ഹോർമോൺ സെല്ലിന്റെ പുറത്തല്ല ആക്ട് ചെയ്യുന്നത്. സ്റ്റിറോയിഡ് ഹോർമോൺസ് എപ്പോഴും സെല്ലിന്റെ ഉള്ളിലേക്ക് കിടക്കും. നമ്മുടെ ഒരു സെല്ലാണെങ്കിൽ ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് സ്റ്റിറോയിഡ് ഹോർമോൺസ് കിടക്കും. അത് നമ്മുടെ ഈ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അതിന്റെ റിസപ്റ്റേഴ്സ്. അപ്പൊ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ DNA ഉണ്ടല്ലോ, നമ്മുടെ DNA ബൈൻഡ് ചെയ്യും. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിന്റെ ഉള്ളിൽ പോയിട്ട് DNA ബൈൻഡ് ചെയ്തിട്ട് DNA മോഡിഫൈ ചെയ്യും. DNA പ്രോട്ടീൻ സിന്തസിസ് മോഡിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്, ഇപ്പൊ എൻട്രൻസിന് പ്രത്യേകിച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് റിസപ്റ്റേഴ്സ് ഓഫ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സിന്റെ റിസപ്റ്റേഴ്സ് എപ്പോഴും സെല്ലിന്റെ ഉള്ളിൽ, അതായത് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ് അതിനുള്ളത്, ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. അതുകൊണ്ട് DNA ചേഞ്ചസ് വരുത്തിയിട്ട് പ്രോട്ടീൻ സിന്തസിന് മാറ്റം വരും. അതുകൊണ്ട് ഇതിന്റെ എഫക്ട്സ് എപ്പോഴും ലോങ് ടേം എഫക്ട്സ് ആയിരിക്കും. അപ്പൊ ഇത്രയും പൊട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ എഫക്ട്സ് ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന സംഭവം. ഈ ഇൻഫ്ലമേഷൻ നടക്കണമെങ്കിൽ ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്ന സംഭവം
അരക്കിഡോണിക് ആസിഡായി മാറുന്നു. കിഡോണിക് ആസിഡായിട്ട് മാറുന്നു. അപ്പൊ ഇതിനൊരു എൻസൈം നമുക്ക് ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. A2 എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. അപ്പൊ ഇത് അരക്കിഡോണിക് ആസിഡായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അരക്കിഡോണിക് ആസിഡ് 2 പാത്വേയിലേക്ക് പോകും. ഒന്ന് സൈക്ലോ ഓക്സിജനേസ് പാത്വേയും മറ്റത് ലൈപ്പോ ഓക്സിജനേസ് പാത്വേ. സൈക്ലോ ഓക്സിജനേസ് പാത്വേയിൽ നമുക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാവുന്നത്. നമുക്കറിയാം എല്ലാ ഇൻഫ്ലമേഷനും പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ടാവും. ഈ ലൈപ്പോ ഓക്സിജനേസ് പാത്വേയിലാണ് നമുക്ക് ല്യൂക്കോട്രൈൻസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം ഇൻഫ്ലമേഷന്റെ മീഡിയേറ്റേഴ്സ് ആണ്. ഇത് കാരണമാണ് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ത് ചെയ്യും? ഈ ഫോസ്ഫോലിപ്പേസ് A2 ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇൻഫ്ലമേഷൻ നടക്കില്ല. അപ്പൊ ഈ എല്ലാ പാത്വേയും ഇല്ലാണ്ടായി. ല്യൂക്കോട്രൈൻസും ഉണ്ടാവില്ല, പ്രോസ്റ്റാഗ്ലാൻഡിൻസും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. മനസ്സിലായോ? ഇനി നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് ഇനി നമ്മൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് മീഡിയേറ്റ് ചെയ്യുന്നത് T സെൽസും B സെൽസും. ഈ T സെൽസിന് നമ്മൾ മീഡിയേറ്റ് ചെയ്യുന്നതാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. B സെൽസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അപ്പൊ എന്തെങ്കിലും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. T സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും, B സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ഇമ്മ്യൂൺ റെസ്പോൺസ് കാണില്ല. അപ്പൊ ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ യൂസസിലേക്ക് കടക്കാനാണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ലൈക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ, നമ്മൾ SLE ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, കാരണം ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ലൈക്ക് SLE, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ. മനസ്സിലായോ? ഇത് കൂടാതെ തന്നെ ഇനി ഇൻഫ്ലമേഷൻ തടയുമല്ലോ. ഇതിനൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അതുകൊണ്ട് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, ഇപ്പൊ ബ്രോങ്കിയൽ ആസ്മയിൽ യൂസ് ചെയ്യാം. സ്കിൻ ഡിസോർഡേഴ്സിൽ നമ്മളിപ്പോ എല്ലാ സ്കിൻ ഡിസോർഡർ ഇപ്പൊ ഡെർമോപ്പറ്റിലൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഡെക്ലോമെത്തസോൺ എന്ന് പറയുന്ന ക്രീം ഭയങ്കര യൂസ് ആയിട്ട്. പിന്നെ ഇതിന് ഇമ്മ്യൂണോ സപ്രഷൻ ആക്ഷൻ ഉള്ളതുകൊണ്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യന്റിൽ യൂസ് ചെയ്യാൻ പറ്റും. കേട്ടോ? അപ്പൊ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്നൊരു ക്ലാസിഫിക്കേഷൻ പറയാം, എന്നിട്ട് നമുക്ക് സൈഡ് എഫക്ട്സ് കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഇതിലും നമുക്ക് നോക്കുമ്പോൾ ഷോർട്ട് ആക്ടിങ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ആക്ടിങ് ഉണ്ട്, പിന്നെ അടുത്തത് ലോങ് ആക്ടിങ് ഉണ്ട്. ഈ ഷോർട്ട് ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോകോർട്ടിസോൺ. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു ഭയങ്കര അലർജി ആയിട്ട് വരിക, അക്യൂട്ട് അലർജി ആയിട്ട് വരിക, അല്ലെങ്കിൽ അക്യൂട്ട് പൾമണറി എഡിമ, ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമ്മൾ ഹൈഡ്രോകോർട്ടിസോൺ അപ്പൊ തന്നെ IV ആയിട്ട് കൊടുക്കാറുണ്ട്. കാരണം അത് ഭയങ്കര ഷോർട്ട് ആക്ടിങ് ആണ്, അല്ലെ? ഇപ്പൊ പിന്നെ നമുക്ക് ഇന്റർമീഡിയറ്റ് ആക്ടിങ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രെഡ്നിസോളോൺ, മീഥൈൽ പ്രെഡ്നിസോളോൺ, പിന്നെ ട്രയാംസിനലോൺ. പിന്നെ നമ്മൾ ലോങ് ആക്ടിങ് ആയിട്ട് വരുന്നതാണ് ബീറ്റാമെത്തസോൺ, ഡെക്സാമെത്തസോൺ, അല്ലേ? ഇനി ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിപ്പോ ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ്, ലോങ് ആക്ടിങ് ഇനി പഠിക്കുന്ന സംഭവമാണ് ലോക്കലി ആക്ടിങ്. ഇതിപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ലോക്കലി ആക്ടിങ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഡെർമയിൽ യൂസ് ചെയ്യുന്നത് ഡെക്ലോമെത്തസോൺ, സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റും, ലോക്കലി ആക്ടിങ് ആണ്. പിന്നെ നമ്മുടെ ബ്രോങ്കിയൽ ആസ്മയിൽ യൂസ് ചെയ്യുന്നത് ബ്യൂഡിസോണൈഡ്, നമ്മുടെ ഫോർമെട്രോളും ബ്യൂഡിസോണൈഡിന്റെ കൂടെയുള്ള ഇൻഹേലർ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ബ്യൂഡിസോണൈഡ്. ഇപ്പൊ ഇതാണ് ലോക്കലി ആക്ടിങ്. ഈ ഷോർട്ട് ആക്ടിങ്ങിന്റെ ഡ്യൂറേഷൻ 12 hours ആണ്, ലോങ് ആക്ടിങ്ങിന്റെ 24 hours ആണ്, ഇന്റർമീഡിയറ്റിന്റെ 24 hours ആണ്. ഈ ലോങ് ആക്ടിങ്ങിന്റെ ഒരു 36 hours ആണ്. 12 hours കൂട്ടിയാൽ മതി. അതാണ് ഇതിന്റെ മാക്സിമം ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിന്റെ സൈഡ് എഫക്ട്സ് പഠിക്കാം. സ്റ്റിറോയിഡ്സ് എപ്പോഴും നമ്മളിപ്പോ ഒരു 2 weeks മേലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നിർത്താൻ പാടില്ല. സഡൻ സ്റ്റോപ്പേജ് ഓഫ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഷുഡ് നോട്ട് ബി ഡൺ. കാരണം നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ഗ്ലാൻഡ്, ഇതാണ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നുള്ള സംഭവം. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയിലേക്ക് സെക്രേറ്റ് ചെയ്യും. പിറ്റ്യൂട്ടറി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്നുള്ള സംഭവം സെക്രേറ്റ് ചെയ്യും.
ഇത് വന്നാലാണ് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് സെൻസിറ്റീവ് ആയിട്ട് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് സെക്രേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ യൂഷ്വലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സെക്രേറ്റ് ആകുമ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പിറ്റ്യൂട്ടറിക്ക് കൊടുക്കും. എൻ്റെ കയ്യിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഉണ്ട്, ഇനി സെക്രേഷൻ നിർത്തിക്കോളൂ, ACTHന്റെ സെക്രേഷൻ കുറയ്ക്കും. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് HPA ആക്സസ് എന്ന് വിളിക്കുന്നത്, ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സസ്. അപ്പൊ നോർമലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്നത് കുറയും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആവശ്യത്തിനും കുറെ നാൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിറ്റ്യൂട്ടറി എന്ത് വിചാരിക്കും, എനിക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഉണ്ട്, എന്റെ അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ശരീരത്തിന് ഉണ്ടാവില്ല, ഈ HPA ആക്സസ് റിവേഴ്സ് ആവില്ല. അപ്പോ നമ്മൾ എപ്പോഴും ഒരു ഗ്രേറ്റർ ദാൻ 2 weeks സ്റ്റിറോയിഡ് കൊടുത്തിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടേപ്പർ ചെയ്യണം. ടേപ്പറിംഗ് ഓഫ് ദ ഡോസ് ചെയ്യണം. സപ്പോസ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് 40 mg മീഥൈൽ പ്രെഡ്നിസോളോൺ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ടേപ്പർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും 5 mg കുറയ്ക്കണം. അടുത്ത ആഴ്ച 35 ആക്കി, അതിന്റെ അപ്പുറത്തെ ആഴ്ച 30 ആക്കി, പിന്നെ 25 ആക്കി, എന്നിട്ട് അവസാനം 5 ഗ്രാമിലെത്തുമല്ലോ. 5 ഗ്രാമിലെത്തുമ്പോൾ പിന്നെ പേഷ്യന്റിനോട് ഓൾട്ടർനേറ്റ് ഡേ എടുക്കാൻ പറയാം. എന്നിട്ട് ഒരു 1 week കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്ലോലി സ്റ്റോപ്പ് ചെയ്താലേ പ്രശ്നമുണ്ടാവും. പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ടാവില്ല, പേഷ്യന്റിന് ഹൈപ്പോടെൻഷൻ പോവും, ഷിവറിങ് വരും, ഭയങ്കര ഫെറ്റീഗ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് നിർത്താൻ പാടില്ല. ഇനി ഞാൻ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ സൈഡ് എഫക്ട്സും കൂടി പറയാം. ഇപ്പൊ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഒരുപാട് ശരീരത്തിൽ കുറെ നാൾ എടുക്കുമെങ്കിൽ പേഷ്യന്റ് എന്തുണ്ടാവും, ഈ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ട് മാറും പേഷ്യന്റ്. അപ്പൊ നമ്മൾ ഇതൊന്നും നോക്കിയാൽ മതി, കുഷിംഗ് സിൻഡ്രോം എന്ന് വിളിക്കും. അപ്പൊ അതായത് ഒരുപാട് നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഉണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും റീഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ ബാക്കിൽ ഒരു ഹമ്പ് മാതിരി വരും പേഷ്യന്റിന്, പിന്നെ വയറൊക്കെ ചാടിയിരിക്കും. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ഉണ്ടാവും. പിന്നെ ഇതിനൊരു ആന്റി ഇൻസുലിൻ ആക്ഷൻ ആണ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കൂടി. അപ്പൊ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഷുഗറുള്ള പേഷ്യൻസിന് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് കൊടുക്കാനായിട്ട്, കേട്ടോ. പിന്നെ ഇത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതുകൊണ്ട് മസിൽ വേസ്റ്റിംഗ് ആവും. അതുകൊണ്ട് നമ്മുടെ പേഷ്യന്റിന് തിൻ എക്സ്ട്രീമിറ്റീസ് ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസ്ട്രിക് ഡിസ്ട്രസ് വന്നിട്ട് പെപ്റ്റിക് അൾസർ ഉണ്ടാവും. അൾസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് ബോണിന്റെ ഉള്ളിലത്തെ കാൽഷ്യത്തിന്റെ അളവ് കുറയ്ക്കും. അത് കാരണം ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാം. പിന്നെ സ്കിന്നിന്റെ തിക്നെസ്സും കുറയ്ക്കും. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. കുഷിംഗ് സിൻഡ്രോം ആര് ഉണ്ടാവും. ഇത്രയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെ പറ്റി പറയാറുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് സ്പീഡിലായിരുന്നു. Yes, sir. Excuse me, sir. Maximum how long you can take this prednisolone? How long means like it depends upon the patient actually. So if the patient came across any of these side effects, like if the patient is a diabetic patient, you should give like the corticosteroids in a very നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇപ്പോ സപ്പോസ് ഇപ്പൊ പേഷ്യന്റ് ഒക്കേഴ്സ് വിത്ത്, ഇപ്പൊ പേഷ്യന്റ് ഈസ് ഷോയിങ് എനി കുഷിംഗോയിഡ് ഫീച്ചേഴ്സ്, the patient is having any Cushing-like features, you have to stop. ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഈ ഇതിന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പിന്നെ ഇമ്മ്യൂണോ സപ്രസന്റ് ആക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആയിരിക്കുന്ന ഒരാള് നമ്മൾ എയ്ഡ്സ് പേഷ്യന്റിന് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കാൻ പറ്റില്ല. ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ആയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് TB വരാൻ ചാൻസ് കൂടുതൽ. ഇപ്പൊ TB അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ കാലിന് വേദന വരിക, നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി ബോൺ മിനറൽ ഡെൻസിറ്റി കുറവാണ്, അപ്പൊ നമ്മൾ നിർത്തേണ്ടി വരും. പെപ്റ്റിക് അൾസർ നമുക്ക് മാറുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിർത്തേണ്ടി വരും. നമ്മൾ അധികം നാളൊന്നും യൂസ് ചെയ്യാറില്ല, ഒരു 3 to 6 months ഒക്കെയാണ് മാക്സിമം യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്കൊരു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് കുട്ടികളിൽ, നെഫ്രോട്ടിക് സിൻഡ്രോം. ഈ കുട്ടികൾക്ക് സ്റ്റിറോയിഡ് ഇല്ലാണ്ട് പറ്റില്ല, സ്റ്റിറോയിഡ് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഒരു വർഷത്തിൽ എല്ലാ 3 മാസവും ഒരു 4 മാസം ഒക്കെ എടുക്കേണ്ടി വരും ഈ നെഫ്രോട്ടിക് സിൻഡ്രോമിൽ. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്.
ഓക്കെ, അത് ഏത് ഇന്റർവെല്ലിൽ എടുക്കാൻ പറ്റും? സപ്പോസ് ഇപ്പൊ 3 months എടുത്തു, ഇന്റർവെൽ വിട്ടിട്ട് പിന്നെയും നമുക്ക് 3 months സ്റ്റാർട്ട് ചെയ്യോ? അങ്ങനെയാണോ? സ്റ്റാർട്ട് ചെയ്യാൻ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ഡിസീസിനാണ് എടുക്കുന്നത്? നെഫ്രോട്ടിക് സിൻഡ്രോം. നെഫ്രോട്ടിക് സിൻഡ്രോം ആണെങ്കിൽ പേഷ്യന്റിന് ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ നമ്മള് ഈ കുട്ടികൾ എന്ന് പറഞ്ഞവർ കുട്ടികളുടെ വയർ ഇങ്ങനെ വലുതായിട്ട് വരും. അത് ഇവരുടെ പ്രോട്ടീൻസ് യൂസ് ചെയ്യണം, പ്രോട്ടീനൂറിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കിഡ്നിയുടെ ഫിൽറ്ററിംഗ് മെമ്പറിന്റെ അളവ് കൂടിയിട്ട് അവിടുന്ന് പ്രോട്ടീൻസ് പോയിട്ട് അങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അപ്പൊ ചിലപ്പോ എന്താ റിലാപ്സും റെമിഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ റിലാപ്സ് റെമിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ക്യൂർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ക്യൂർ ആയി നിൽക്കും. പക്ഷെ ചില സമയത്ത് ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഫ്ലെയർ അപ്പ് ചെയ്തതാണ് സ്റ്റിറോയിഡ് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സൈഡ് എഫക്ട്സും ഡിസീസ് പ്രോഗ്രഷനും കൂടി കമ്പയർ ചെയ്യണം. ഏതാണ് നമുക്ക് വലുത്? പേഷ്യന്റ് രക്ഷിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റിറോയിഡ് പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ സ്റ്റിറോയിഡ് സ്പെയറിംഗ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സ്റ്റിറോയിഡ് സ്പെയറിംഗ് ഡ്രഗ്സ് എന്തായിരുന്നു? അസാതയോപ്രിൻ അങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണല്ലോ. റുമറ്റോയിഡ് ആർത്രൈറ്റിക്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്. മെത്തോട്രെക്സേറ്റ്. ഓക്കെ, അത് മെയിൻ്റനൻസ് ഡോസ് അല്ലേ? മെത്തോട്രെക്സേറ്റ് ആയിട്ട് പിന്നെ അതിന്റെ കൂടെ നമ്മൾ സ്റ്റിറോയിഡ്സും ആഡ് ചെയ്യും. കാരണം ഒരു ഫാസ്റ്റ് തുടക്കത്തിൽ ഒരു ഫാസ്റ്റ് റിലീഫ് കിട്ടാനായിട്ട്. ഓക്കെ, രണ്ടും എടുക്കാൻ പറ്റുമോ? മെത്തോട്രെക്സേറ്റും സ്റ്റിറോയിഡ്സും കൊടുക്കാം. പക്ഷെ നമ്മൾ മെത്തോട്രെക്സേറ്റിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ മെത്തോട്രെക്സേറ്റ് മാത്രം മതി. അതിൽ നമുക്ക് ക്യൂർ കിട്ടുന്നില്ല, ഫ്ലെയർ അപ്സ് വരുവാണെങ്കിൽ നമ്മൾ ഇടയിൽ സ്റ്റിറോയിഡ്സ് ആഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സർ, എന്റെ പറഞ്ഞോളൂ. സർ, എന്റെ ഫാദറിന് സോറിയാസിസ് ആയിരുന്നു. അത് ഒരു 3-4 years ബാക്ക് ഫസ്റ്റ് ടൈം വന്നു. അതിനുശേഷം പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു 2 years ആയിട്ട് സോറിയാസിസ് അത് എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് ആയിട്ട് വളരെ സിവിയർ ഇതായിട്ട് ഭയങ്കര ഇതായിരുന്നു അത്. അപ്പോ ലാസ്റ്റ് ഒരു ഇപ്പം ഐ തിങ്ക് ലാസ്റ്റ് നവംബറിലാണ് തോന്നുന്നു ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തു സ്റ്റിറോയിഡ് കണ്ടിന്യൂസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ സാർ അത് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരത്തില്ല, 1 വീക്കിലേക്കേ തരാറുള്ളൂ. പക്ഷെ അച്ഛന്റെ ഒരു വേഴ്സണിങ് കണ്ടീഷൻ വെച്ചിട്ട് ഞാനത് കൊടുക്കുന്നുണ്ട്. ഇപ്പോ വൈസലോൺ എടുക്കുന്നു, 10 mg ആണ്, ഡെയിലി എടുക്കുവാണ്. പക്ഷെ ഇപ്പം സാർ പറഞ്ഞല്ലോ നമുക്കൊരു മീൻസ് ഒരു ക്യൂർ ആകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിർത്താം എന്നുള്ള ഒരു മീൻസ് അത് ടേപ്പർ ചെയ്ത് നിർത്താമെന്ന്. അപ്പൊ ഇൻ ബിറ്റ്വീൻ അച്ഛന് കാറ്ററാക്ട് ചെയ്തായിരുന്നു. അങ്ങനെ കാറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് പോയായിരുന്നു സർജറിക്ക് 1 ആഴ്ച മുമ്പ് തന്നെ. അപ്പം അങ്ങനെ നിന്ന സ്റ്റേജില് ഞാൻ ഇത് ടേപ്പർ ചെയ്ത് തന്നെ കുറച്ചത് 10നെ ഞാൻ ഡോസ് കുറച്ച് 5 വെച്ചിട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അതിനുശേഷം നല്ല രീതിയിൽ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്താണ് ഒരു 1 മന്തോളം പോയി. പക്ഷെ 1 മന്തോളം ആയപ്പോഴത്തേക്കിന് ഈ സ്കിന്നിന്റെ ഇതങ്ങ് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ആയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അത് പിന്നെയും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോയി. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എനിക്ക് കാറ്ററാക്ട് എനിക്ക് സക്സസ് ആയി കിട്ടി. അതിനുശേഷം ഞാൻ 5 mg റീസ്റ്റാർട്ട് ചെയ്തു അത്. പക്ഷെ എന്നിട്ടും 5 mg കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾക്കിപ്പോ അച്ഛൻ എന്തായാലും ഡയബറ്റീസ് ഉള്ള ഒരാളാണല്ലേ? എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാതില്ല. അപ്പൊ നമുക്ക് കുറച്ച് ബയോളജിക്കൽ ഏജൻസ് എന്ന സംഭവമുണ്ട്. ഇപ്പൊ നമ്മള് കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് കൂടാതെ മെത്തോട്രെക്സേറ്റ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? മെത്തോട്രെക്സേറ്റ് ആദ്യം കൊടുത്തായിരുന്നു സർ. പക്ഷെ ഇത് വൺസ് നമ്മൾ കൊടുത്ത് ഓക്കെ ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ നിർത്തുവോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ടോളറേറ്റ് ചെയ്യത്തില്ല. അപ്പം ഇനിയിപ്പോ ഒട്ടും ഇതൊന്നും എടുത്തിട്ടും കുറവില്ലാത്ത കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് കുറച്ച് ബയോളജിക്കൽ ഏജൻസ് വിളിക്കും. അതായത് TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഇൻഫ്ലിക്സിമാബ്, അഡാലിമിമാബ്, അങ്ങനെ കുറച്ച് മോണോക്ലോണൽ ആന്റിബോഡീസ്. അങ്ങനത്തെ ഒരു തെറാപ്പി ഉണ്ട്. അത് ഒട്ടും കൊടുത്തിട്ട് മാറാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത്. ഇല്ല, ഇതിപ്പം വൈസലോൺ എടുക്കുമ്പം ആൾ ഓക്കെയാണ്. പക്ഷെ സാറി പറഞ്ഞ ഇപ്പൊ ഈ ചാർട്ട് കാണിച്ചു പറഞ്ഞ സൈഡ് എഫക്ട്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് നിർത്താൻ പറ്റത്തില്ല. അന്നേരം ഞാനിങ്ങനെ അച്ഛനോട് തന്നെ സംസാരിച്ചു, നമുക്കിത് കഴിക്കുമ്പം ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും, അപ്പൊ ബെറ്റർ അത് കുറച്ച് നോക്കുക എന്നുള്ള ഇത്. അപ്പൊ അച്ഛൻ മെന്റലി പറയുന്നത് സ്കിന്നിന്റെ ഈ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ മെന്റലി ഓക്കെയാണ്. ആക്ച്വലി നല്ല വിൽ പവർ ഉള്ള ആളാണ്. അപ്പോ ഇതില്ലാതിരിക്കുമ്പം ആള് മെന്റലി ഓക്കെയാണ്. സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ അത് അനുഭവിക്കുന്ന ആളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഒരു ഇതാണ്.
ആക്ച്വലി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് എന്നോട് വേറൊരു ഡോക്ടർ എന്നോട് ഇങ്ങനെ ചോദിച്ചു വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ ഇത് എങ്ങനെ കൊടുക്കുന്നു, എന്തെങ്കിലും നാളെ ഓക്കെ. ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ. അപ്പോ പക്ഷെ അതാ നമ്മൾ അറിയില്ല. എത്ര ഏജ് ആണ് അച്ഛന്? അച്ഛൻ 75+ ആയി. അപ്പൊ അവർക്ക് കുറച്ച് റിസ്കി ആണ് സ്റ്റെറോയിഡ്സ് എടുക്കുന്നത്. ഇനി ബോണിന്റെ ഡെൻസിറ്റി ഒക്കെ കുറയും, ആ ഫ്രാക്ചർ വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. പിന്നെ പിന്നെ എന്നാലും നടന്നു റെറ്റിനോയിഡ്സ് നിൽക്കുമോ? എന്തെങ്കിലും റെറ്റിനോയിഡ് ഓറൽ റെറ്റിനോയിക് ആസിഡ് ആസിറെറ്റിൻ റെറ്റിനോയിക് ആസിഡിന് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും എടുക്കുന്നില്ല സർ. ആ, അതും കൊടുക്കാറുണ്ട്. പക്ഷെ അതും ഈ ഏജില് ഇത്തിരി ഈ ഏജിൽ കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത്രയും ഇതുള്ളതുകൊണ്ട് നമ്മളിപ്പോ ഒരു എഡ്ജിൽ നിന്ന് കളിക്കുകയാണ്, എഡ്ജിൽ നിന്നിട്ട് ഒരു ആ ഗെയിം കളിക്കുന്ന അതാണ് മാതിരിയാണ്. അതാണ് ശരിക്കും അങ്ങനെയാണ്. അതാണ്. ഹലോ ഹലോ. സാർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. നെഫ്രോട്ടിക് പറ. സിൻഡ്രോമും പിന്നെ അതിന്റെ മെഡിസിനും ഓക്കെ. കുട്ടീന്റെ ഐക്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓ, മെഡിസിൻസ് ഐക്യു കുറയ്ക്കുന്നു. പ്രായം എത്രയാണ്? എന്ത് മെഡിസിൻസ് ഒക്കെ എടുക്കണമെന്ന് പറയാമോ? എന്റെ ബ്രദറിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. 2 വയസ്സ് വരെ കുട്ടി ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഓക്കെ. അതിനുശേഷം പെട്ടെന്ന് ജനറലൈസ്ഡ് എഡിമയൊക്കെ വന്ന് പിന്നെ കുറച്ച് ജനറലൈസ്ഡ് ടെസ്റ്റ്. എഡിമ വരും. ഇപ്പൊ കുട്ടിക്ക് 6 വയസ്സായി. ഓക്കെ. അപ്പം പക്ഷെ ഇപ്പൊ കുട്ടി എന്താന്ന് വെച്ചാൽ 2 വയസ്സ് വരെ കുട്ടി ഓക്കെയാണ്. അതിനുശേഷം ഓക്കെ. കുട്ടിക്ക് മീൻസ് എന്താ സംസാരിക്കല് കുറവ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവക്ക്. ഓക്കെ. മീൻസ് ഭയങ്കര സിവിയർ പ്രായത്തിനനുസരിച്ചുള്ള ആയിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ അത്യാവശ്യം കുട്ടി ഭയങ്കര അഗ്രസീവ് ഒക്കെ ആയിരുന്നു. ഓക്കെ. ആ പ്രായത്തില് BP മെഡിസിൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടിക്ക്. BP മെഡിസിൻ, വരും വരും വരും. പിന്നെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒന്നാമത് നമ്മളിപ്പോ നെഫ്രോട്ടിക് സിൻഡ്രോമിലുള്ള കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ലോങ് ടേമിലേക്ക് ഐക്യുവിനും ഗ്രോത്തിനും ഒക്കെ കുറവ് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഇത് ഭയങ്കര ക്രോണിക് ആയിട്ടുള്ളൊരു ഇൽനെസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾക്ക് ലോങ് ടേം സ്റ്റെറോയിഡ് എടുക്കുമ്പോൾ അവർക്ക് മൂഡ് ചേഞ്ചും അറ്റൻഷൻ ഡെഫിസിറ്റും കാര്യങ്ങളും വരാം. കുറച്ച് മെമ്മറിയിൽ ഇഷ്യൂ വരും, കുറച്ച്. അത് വലിയ പ്രൂവൺ അല്ല. പിന്നെ ഹൈപ്പർ ടെൻഷൻ കാരണം ബ്ലഡ് പ്രഷർ വളരെ കൂടുതലാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ബ്രെയിൻ വളരുന്ന പ്രായത്തിൽ ഓൾറെഡി ഹൈ പ്രഷറിലാണ് ബ്ലഡ് പോകുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ ആൽബുമിന്റെ അളവ് ശരീരത്തിൽ കുറയും. കാരണം പ്രോട്ടീൻ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൽബുമിന്റെ അളവ് കുറയുമ്പോൾ അത് കൂടാതെ തന്നെ സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ പല കാര്യങ്ങളുടെ അളവും കുറയും. ഇതൊരു ഗ്രോത്ത് നടക്കുന്ന സമയം കുട്ടികൾക്ക് കൺഫ്യൂഷൻ, ഇറിറ്റബിലിറ്റി സംഭവങ്ങളൊക്കെ വരും. പിന്നെ ഇത് കാരണം തന്നെ ആ കുട്ടി എന്ന് പറയുന്നത് ഒരുപാട് ആങ്സൈറ്റി, ഡിപ്രഷൻ ആ ചെറുപ്രായത്തിലേ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അക്കാഡമിക് പെർഫോമൻസും ഗ്രോത്തിനും ചാൻസസ് വരാം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഇത് കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളും വരാം. ഇത് കുട്ടി വലുതാവുന്നതനുസരിച്ച് ഓക്കെ ആവുമോ, അതോ കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ക്യൂർ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ എന്താണ്, ഗ്രോത്ത് കുറവാണോ അതോ കുട്ടിക്ക് ഐക്യു കുറവാണോ? ശരീരത്തിനുള്ള വളർച്ചയുണ്ട്, പക്ഷെ ആ പ്രായത്തിനുള്ള ഒരു ഇതില്ല. മറ്റു കുട്ടികളെ അപേക്ഷിച്ച് സംസാരം കുറവാണ്. പിന്നെ അവള് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് എറിഞ്ഞ് ഉടക്കുക, അങ്ങനത്തെ ഒക്കെ ഇതാ. അവളെ കുറച്ച് ഒറ്റ ഹൈപ്പർ ആക്റ്റീവ്. മറ്റു പിള്ളേരുടെ കൂടെ അവൾക്ക് വിടാൻ പറ്റത്തില്ല. കാരണം അവരെ ഉപദ്രവിക്കും. പേടിയാ അവർക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ വേറെ പിള്ളേരുടെ കൂടെ വിടാനായിട്ട്. ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെയാണ് കാണിക്കേണ്ടത്. അപ്പൊ അവരൊന്ന് ഇവാലുവേറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ ഇങ്ങനെ ഉണ്ടാവും, ഐക്യം കുറയാം, നമ്മുടെ ഗ്രോത്തും കുറയാനുള്ള ചാൻസ് ഉണ്ട് നെഫ്രോട്ടിക് സിൻഡ്രോം. സാർ, ഇപ്പൊ അവര് UK-യിലാണ് ഉള്ളത്. അപ്പം ഓക്കെ. ഇതിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെന്റ് അവിടെ തന്നെ ആയിരിക്കത്തില്ലേ എന്തായാലും? അവിടെ ആവുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ടാവുമ്പോൾ കൗൺസിലിങ്ങും ഒരു ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടി നന്നായിട്ട് നടക്കും. കുറെ സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ബിലീവേഴ്സ് ഹോസ്പിറ്റലിലൊക്കെ അവിടെ ഇതിനു വേണ്ടിയിട്ട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. CDC എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ്, കുട്ടികളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ തെറാപ്പിസ്റ്റുകൾ. പ്രായം ഇപ്പൊ 5 വയസ്സല്ലേ? 6 വയസ്സായി. 6 വയസ്സായി. കുട്ടികൾക്ക് റീലേൺ ചെയ്യിപ്പിക്കുന്ന തെറാപ്പീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെ തന്നെ കാണും. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മെറ്റ്ഫോമിൻ നമ്മൾ ഇറഗുലർ ആയിട്ട് എടുത്താൽ നമുക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട് സാർ?
എന്തിനാ നമ്മൾ ഇറഗുലർ ആയിട്ട് എടുക്കേണ്ട ആവശ്യം? അതിന് PCODക്ക് ഇത് ചെയ്തിട്ട് പക്ഷെ നമ്മള് സംടൈംസ് മറന്നു പോകും അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ മറന്നു റിസ്ക് പോകേണ്ട ഉണ്ട്. ആവശ്യമില്ല. കാരണം മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്നിന് അധികം സൈഡ് എഫക്ട്സ് ഇല്ലാത്തൊരു മെഡിസിൻ. നമ്മൾ ആ മനസ്സിൽ അങ്ങനെ വിചാരിക്കുക. കാരണം മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് എത്രയോ നാൾ മുന്നേ കണ്ടുപിടിച്ചത്, എത്രയോ പേഷ്യന്റ് യൂസ് ചെയ്തിട്ടുള്ള, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേഷ്യന്റിൽ യൂസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ സേഫ്റ്റി യൂസ് ചെയ്യുമ്പോൾ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അൺലെസ് നമ്മൾ ഒരു ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ഇതിനൊന്നും പോകുന്നില്ല, പിന്നെന്താ പറയുക, നമ്മുടെ ഡീഹൈഡ്രേഷനും അങ്ങനത്തെ സാധനങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. അപ്പൊ നമ്മൾ മെറ്റ്ഫോമിൻ ഇറഗുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാസ്മയിൽ, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു മരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അതിലെ പ്ലാസ്മയിൽ കോൺസെൻട്രേഷൻ വേണം. നമ്മൾ ഇന്ന് എടുത്തു നാളെ എടുത്തില്ല, അപ്പൊ നാളെ നോക്കുമ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ, ഇപ്പൊ ഒരു പ്ലാസ്മ കോൺസെൻട്രേഷൻ 10 വേണം, എന്നാലും ഡ്രഗ് വർക്ക് ചെയ്യും. അപ്പൊ നാളെ എടുത്തില്ലെങ്കിൽ അത് 10 9 ആണെങ്കിൽ വർക്ക് ചെയ്യില്ല. മനസ്സിലായി? അപ്പൊ ഇറഗുലർ ആയിട്ട് എടുക്കുന്നതുകൊണ്ട്, ഒരു മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് നമ്മളല്ലെങ്കിൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ മെഷർ ചെയ്ത് നോക്കും, അതിലും കുറവാണെങ്കിൽ അതിനെ ആക്ട് ചെയ്യില്ല. അപ്പൊ അത് എടുക്കാത്ത വരെ മതിയാവും. ഓക്കെ സർ. സാർ മെറ്റ്ഫോമിൻ ഇങ്ങനെ ഒരു 1 month 2 month ഒക്കെ എടുത്ത് ഷുഗർ കൺട്രോൾ ആകുവാണെങ്കിൽ പിന്നെ നിർത്താവോ? HbA1c നോർമൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ സാർ. HbA1c അത് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ നെറ്റ് കട്ടായി പോയത്. അത് എത്രയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 6 ബിലോ ആണോ? 5.6. നമ്മൾ ഒരുവിധം പ്രായമൊക്കെ, നമുക്ക് എത്ര ഏജ് എത്രയാണ്? 42. എനിക്കല്ല, എന്റെ ഹസ്ബൻഡിന്റെ ആയിരുന്നു 42. അപ്പൊ ഒരു 6, ഒരു എന്താ പറയാ, ഒരു 6-നും താഴെയൊക്കെ മതി കേട്ടോ. 6-നും താഴെ കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിന്നോളും. ഓക്കെ ഓക്കെ. സാർ ഈ 1 gram മെറ്റ്ഫോമിനാണ് എടുക്കുന്നത് കണ്ടിന്യൂ. പറഞ്ഞോളൂ. ഹലോ സാർ, മെറ്റ്ഫോർമിൻ എടുക്കുന്ന ബെസ്റ്റ് ടൈം ഏതാ? മോർണിംഗ് ആണോ ഈവനിങ് ആണോ? മെറ്റ്ഫോമിൻ യൂഷ്വലി മോർണിംഗിലാണ് ഫസ്റ്റ് OD വൺസ് ഡെയിലി ഡോസിങ് മോർണിംഗിലാണ് കൊടുക്കാറുള്ളത്. ആഫ്റ്റർ ഫുഡാ? പക്ഷെ മെറ്റ്ഫോമിൻ ആക്ച്വലി ബിഫോർ ഫുഡും ആഫ്റ്റർ ഫുഡും കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ബിഫോർ ഫുഡ് എടുക്കുന്നതാണ് നല്ലത്. ഒരു സംശയം, ഈ പറഞ്ഞോളൂ. കാർഡിയക് പേഷ്യന്റ് ഇല്ല, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ പേഷ്യന്റിന് മെറ്റ്ഫോമിൻ ആണോ നല്ലത്, വേറെ കുഞ്ഞു മെഡിസിൻ കൊടുക്കാറില്ലേ, അതാണോ നല്ലത്? ഡാപ്പാഗ്ലിഫ്ലോസിൻ. അതാണോ? രണ്ടും വേണം. കാരണം മെറ്റ്ഫോമിന് അത് കാരണം സൈഡ് എഫക്ട്സ് അങ്ങനെ നമുക്ക് പറയാനുള്ളതില്ല. പക്ഷെ അതിന്റെ കൂടെ ഡാപ്പാഗ്ലിഫ്ലോസിൻ കമ്പൈൻഡ് മെഡിസിൻസ് ആണ് നല്ലത്. ഒരു മെഡിസിൻ അല്ല, രണ്ട് കോമ്പിനേഷൻ ആണ് നല്ലത്, HbA1c നോക്കിയിട്ട്. എന്റെ മമ്മിക്ക് പിന്നെ ഈ അറ്റാക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് മെറ്റ്ഫോമിൻ എടുത്തോണ്ടിരുന്നായിരുന്നു. പക്ഷെ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം അവര് ഈ കോമ്പിനേഷൻ മെഡിസിൻ ആഡ് ചെയ്തു. പക്ഷെ രാവിലെയാണ് കഴിക്കുന്നത്. പക്ഷെ ഒരു 11:30 12 ആക്കുമ്പോഴത്തേനും ഫുള്ള് ഹൈപ്പോയിലേക്ക് പോവാ. ഭയങ്കര ക്ഷീണം, ഏറ്റു നടക്കാൻ പറ്റാത്ത അവസ്ഥ. അവസാനം ഞാനിങ്ങനെ ഓരോ മെഡിസിനും വാങ്ങിച്ച് നോക്കി കഴിഞ്ഞപ്പം ഇതിങ്ങനെ ഡയബറ്റിക് മെഡിസിൻ ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ പറഞ്ഞു അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് നിർത്തിയതിനു ശേഷം രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു, രണ്ടും കോമ്പിനേഷനാ. ഇൻസ്റ്റാമെറ്റോ അങ്ങനെ എന്തോ. ഇൻസ്റ്റാമെറ്റ് അല്ലേ? ഇൻസ്റ്റാമെറ്റ് ബ്രാൻഡ് നെയിം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇൻസ്റ്റാമെറ്റിൽ എന്താണ്? ഡോക്ടർ അഭിരാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ ബാറ്ററി ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിന് കഴിഞ്ഞു. ഇൻസ്റ്റാമെറ്റിൽ സീറ്റാഗ്ലിപ്പിൻ ആണുള്ളത്. സീറ്റാഗ്ലിപ്പിൻ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ സീറ്റാഗ്ലിപ്പിൻ മാറ്റിയിട്ട് നമ്മൾ ഒരു ഡാപ്പാഗ്ലിഫ്ലോസിൻ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്തായാലും ആ മെഡിസിൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്, ഒരു 3 days കൂടുമ്പോ അങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. മെറ്റ്ഫോമിന് ടാബ്ലറ്റ് സപ്ലൈറ്റ് കിട്ടും. ഇപ്പൊ ജാനുമെറ്റ് ഇപ്പൊ അതിന്റെ കോമ്പിനേഷൻ, ഇൻസ്റ്റാമെറ്റിന്റെ കോംപ്ലിക്കേഷൻ, അതിന്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മെറ്റ്ഫോമിനും സീതാഗ്ലിപ്റ്റിനും ആണ് അതിന്റെ ഉള്ളിലുള്ളത്. പക്ഷെ നമ്മളത് മാറ്റിയിട്ട് ഒരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് മെറ്റ്ഫോമിനും സീതാഗ്ലിപ്റ്റിനും മാറ്റിയിട്ട് അതിന്റെ പകരം ഡാപ്പാഗ്ലിഫ്ലോസിൻ ആക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഡെയിലി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
Okay, Yes, sir. sir. Thank you. Thank you so Oh, much. Thank you so oh, much, sir. oh, Thank you, Dr. Abraham. okay. Thank you, Thank you. sir. Thank you, doctor. Okay.